ഹല്ലേലൂയ. പിശാച് ഞങ്ങളെ ദൈവം അറിഞ്ഞ് കർത്താവ് കൊണ്ടുവന്നിട്ടു എങ്കിൽ പോലും സ്തോത്രം, അവിടെയെല്ലാം കർത്താവെ ഞങ്ങളെ ചോദിച്ചതിലും നനച്ചതിലും അത്യന്ത്യപരമായിട്ട് നീ അധികമായി ഞങ്ങളെ ശക്തീകരിച്ചതോർത്ത് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നന്ദി പറയുന്ന സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. നീ ഞങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങളൊക്കെ ഇന്നവയെന്ന് സ്വർഗം അറിയുന്നു. എന്നാൽ കർത്താവെ, ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. എന്നാൽ അത് ഇന്നത് സംഭവിക്കണമെന്ന്, ഇന്നതായി തീരണമെന്നൊക്കെ സ്വർഗം അറിയുന്നു. അപ്പച്ചാ, ഇന്ന് ഈ രാത്രിയിൽ ഹല്ലേലൂയ ഹൃദയം നിറങ്ങിയ ഹൃദയത്തിൽ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ആ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ് കർത്താവെ. യേശുവേ, നിന്റെ നാമം ഉയരട്ടെ കർത്താവെ. സ്തോത്രം. ഞങ്ങളുടെ ആദരങ്ങൾ ചലിച്ചു തുടങ്ങുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത് ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നത് കർത്താവെ. സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളോട് സഹതാപം കാണിക്കുന്ന ആ വലിയ ശ്രേഷ്ഠ മഹാപുരോഹിതനെ ഞങ്ങൾ ഉയർത്തുകയാണ് കർത്താവെ. സ്തോത്രം കർത്താവെ. നീ ഞങ്ങളോട് കരുണ കാണിച്ചതിനായി, തക്ക സമയത്ത് ഞങ്ങൾക്ക് കൃപ ലഭിക്കേണ്ടതിന് നീ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്ന് അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളെ ഹല്ലേലൂയ സമർപ്പിച്ചപ്പോൾ അത്യന്ത ശക്തിയുടെ അഭിഷേകത്തിന്റെ ആത്മസാന്നിധ്യം ഞങ്ങൾ നിറച്ചതോർത്ത് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഹല്ലേലൂയ അവിടുത്തെ വലിയ നാമത്തെ ഹല്ലേലൂയ സറാഫുകൾ ആരാധിക്കുന്ന ദൈവത്തെ, പരിശുദ്ധൻ 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 എന്ന് വിളിച്ചു പറയുന്ന മഹാത്ഭുതമാനായ ദൈവത്തെ ഞങ്ങൾ ഇന്ന് ഉയർത്തുകയാണ് കർത്താവ്. സ്തോത്രം കർത്താവേ. ഇന്ന് കർത്താവേ, പകലന്തിയോളം ഞങ്ങളെ പരിപാലിച്ച് സ്നേഹം തന്നു കർത്താവ്. ഞങ്ങളെ കരുതി, ഞങ്ങൾ വീണു പോവാതെ ഞങ്ങളെ ഒരപ്പൻ തന്റെ കുഞ്ഞുങ്ങളെ കരങ്ങളിൽ പിടിച്ച് നടത്തുന്നത് പോലെ ഞങ്ങളെ നടത്തി കർത്താവെ. ഞങ്ങളെ കാലിലെ വീഴ്ചയിൽ നിന്ന്, ഞങ്ങളുടെ കണ്ണുനീരിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ച് വിലാപങ്ങളെ നൃത്തമാക്കി തീർത്ത് ഹല്ലേലൂയ അത്യുന്നതന്റെ ശക്തിയിൽ ഞങ്ങളെ നിർത്തിയതോർത്ത് ഇന്ന് കർത്താവെ ഞങ്ങൾ നന്ദി പറയുകയാണ്. അപ്പാ, അമിത ബലം നൽകണമേ കർത്താവ്. സ്തോത്രം കർത്താവെ. പലപ്പോഴും പല രോഗാവസ്ഥയിലൊക്കെ ക്ഷീണിച്ചിരിക്കുന്ന കർത്താവെ, പല ഭവനങ്ങളും പല വ്യക്തികളെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു കർത്താവെ. അവരെല്ലാം കർത്താവെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും സ്വർഗത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരും ഏറ്റവും വേണ്ടപ്പെട്ടവരുമാകുന്നു. ഇന്ന് രാത്രിയിൽ ദൈവമേ, അവിടുത്തെ കരം അവർക്ക് വേണ്ടി ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ബലഹീനതകളെയും നീക്കണമേ, സകല രോഗാവസ്ഥകളെയും നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് കർത്താവേ, അതിൽ വരുവാൻ കഴിയാതെ ഹല്ലേലൂയ ജോലിഭാരത്താലും കർത്താവെ മറ്റു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഹല്ലേലൂയ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. സ്തോത്രം. ഞങ്ങൾ അവരെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവെ. അവിടുത്തെ സ്നേഹത്താലും അവിടുത്തെ കർത്താവെ ഹല്ലേലൂയ ചലിക്കുന്ന കരത്താലും അവിടെ ശുശ്രൂഷിക്കണമേ. അവിടുന്ന് ഹല്ലേലൂയ അധികമായി അവിടെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവ് വേണ്ട സമയത്ത് അവർക്ക് വേണ്ടതെല്ലാം സ്വർഗത്തിൽ നിന്ന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്തോത്രം. നിന്റെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്തോത്രം. ഇന്നത്തെ ഹല്ലേലൂയ ആരാധനകളെ നീ അവിടുന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. ഞങ്ങൾ ഉയർത്തുന്നത് കർത്താവേ ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും ഹല്ലേലൂയ ആൽഫയും ഒമേഗയും, ഇരുന്നവനും ഇരിക്കുന്നവനും വീണ്ടും വരുന്നവനും സർവശക്തനുമായ മഹാദൈവം എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. സ്തോത്രം കർത്താവേ. അവന്റെ സാന്നിധ്യം ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ജീവിത ഭാരങ്ങളൊക്കെ ഏറി വരുമ്പോഴും ഒന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളെ അടുപ്പിക്കുന്നത് കർത്താവേ, കഷ്ടതയുടെ നടുവിൽ ഞങ്ങൾ അടുപ്പിക്കുന്നത് നിത്യതയോളം ഞങ്ങളെ ചുമക്കാമെന്നുള്ള വാഗ്ദത്ത പ്രകാരമാണെന്ന് ഞങ്ങൾ അറിയുന്നത് കർത്താവേ. അതോർത്ത് ഞങ്ങൾ അധികമായി ഞങ്ങൾ സന്തോഷിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രിയിൽ ദൈവമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ സന്തോഷമുള്ള കാര്യങ്ങളെ കുറിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം. യേശു കഫർന്നഹൂമിലേക്ക് മടങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഏറ്റവും പ്രിയനായ ദാസൻ, ബാല്യക്കാരൻ, ക്ഷീണിച്ച് തളർന്നിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവന്റെ വേദനയിലും ശാരീരികമായിട്ടുള്ള ബലഹീനതകളിലും കർത്താവിനോട് അപേക്ഷിക്കാൻ ഒരാളെ അയച്ചു. കർത്താവ് പറഞ്ഞു, തക്ക സമയത്ത് അവന് സൗഖ്യം വരും, അവൻ മരിച്ചു പോകത്തില്ല എന്ന് അവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ബാല്യക്കാരൻ മടങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ അവന്റെ ദാസന്മാർ മടങ്ങി വന്നപ്പോൾ ബാല്യക്കാരൻ അവിടെ സുഖമായും സൗഖ്യമായും ഇരിക്കുന്നു. കാരണം ആ യേശു ഇന്നും നമ്മുടെ നടുവിൽ ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രോഗഭാരത്താൽ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും പ്രൈസ് ദി ലോർഡ് നമ്മളെ ജീവനോടെ, ശക്തിയോടെ, അഭിഷേകത്തോടെ, ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നത് സർവശക്തനായ പരിശുദ്ധനായ ദൈവത്തിന്റെ കൃപയും അത്യന്ത ബലവുമാണെന്ന് ഓർത്ത് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് എന്റെ പൂരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിരിപ്പാനും
ഞാൻ പോരാത്തവനാണേ. എന്റെ പുരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. എന്റെ പുരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. എന്റെ പുരക്കകത്തു വരാൻ. ചേർന്ന് പാടിയാട്ടെ. പുരക്കകത്തു വരാൻ എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ. യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ. യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ പിഴവുകളും മാറും നീ പറഞ്ഞാൽ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും. നീ പറഞ്ഞാൽ ശാപം മാറും. നീ പറഞ്ഞാൽ പാപം മാറും. നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. എന്റെ പുരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ.
എന്റെ പുരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടം നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി. ആമേൻ. എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി. സഭ ചേർന്ന് പാടിയാട്ടെ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. ആരൊക്കെ രോഗാവസ്ഥയിൽ കടന്നു വന്നിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവ് നമുക്ക് സൗഖ്യം തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ശക്തമായ പനിയും തൊണ്ടടപ്പൊക്കെ ഇടയ്ക്കായിരുന്നു. പക്ഷെ കർത്താവ് വിളിച്ച് ഇങ്ങനൊരു ശുശ്രൂഷ ദൈവം തന്നപ്പോൾ ഹല്ലേലൂയ എല്ലാം മറന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ വരാൻ പറ്റും. ഇന്നിവിടെ നിന്ന് AC ഇട്ടെങ്കിലും നന്നായിട്ടൊന്ന് വേർക്കുകയാണ് അദ്ദേഹത്തിലെ. പ്രൈസ് ദി ലോർഡ്. കാരണം സർവശക്തന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് ഹല്ലേലൂയ കർത്താവിനെ നമുക്ക് വീണ്ടും പാടി മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. എൻ്റെ യേശു എനിക്ക് നല്ലവൻ. ഹല്ലേലൂയ. അവൻ എന്നും മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ,
ഹല്ലേലൂയ. ആദരങ്ങളെ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഹാലിൽ ആരും മിണ്ടാതെ ഇരിക്കരുത്. ദൈവത്തിന്റെ ശക്തിയോടെ എന്ന് ഹല്ലേലൂയ മഹത്വപ്പെടുത്തിയാട്ടെ. അന്യഭാഷ വരം ലഭിച്ചവരൊക്കെ അന്യഭാഷയിൽ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശുവെനിക്കു നല്ലവൻ. സഭ ചേർന്ന് പാടിയാട്ടെ. യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നെ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നെ പുതുജീവൻ പകർന്നവനാ. എന്റെ യേശുവെനിക്കു നല്ലവൻ, അമ്മേ അവനെന്നുമെന്നും മതിയായവൻ. ഹല്ലേലൂയ. ഉറപ്പോടെ അമ്മേ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവൻ ആദ്യനുമന്തിനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. അവൻ ആദ്യനുമന്തിനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സുസ്ഥിരനാം വന്ദ്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ, സുസ്ഥിരനാം വന്ദ്യനാം നായകൻ. അതുകൊണ്ട് എന്റെ യേശുവെനിക്കു നല്ലവൻ. പ്രൈസ് ഗോഡ്. അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രി രാത്രി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. അമ്മേ. പകൽ മേഘസ്തംഭം രാത്രി രാത്രി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. അതുകൊണ്ട് എന്റെ യേശുവെനിക്കു നല്ലവൻ. അമ്മേ. ശബ്ദമുയരട്ടെ. എന്റെ യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ.
ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഒരിക്കൽ എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. സന്തോഷത്തോടെ നൃത്തത്തോടെ അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എന്റെ യേശു എനിക്കു നല്ലവൻ. അമ്മേ എന്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ശക്തിയോടെ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. ചേർന്ന് പാടിയാട്ടെ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എന്റെ യേശു എനിക്കു നല്ലവൻ. ആമേൻ. അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. പാടിയാട്ടെ. ആപത്തിൽ അവനാദ്യനുമന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. അവനാദ്യനുമന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സുസ്ഥിരനാം വന്ദ്യനാം ദായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ, സുസ്ഥിരനാം വന്ദ്യനാം ദായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ. ഉറപ്പോടെന്ന് പറഞ്ഞേ. സഭയുടെ ശബ്ദം വരട്ടെ. എന്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ. ആമേൻ. ഓ യെസ് യെസ് അപ്പാ. മരുഭൂയാത്രയാതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. മരുഭൂയാത്രയാതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. മേഘസ്തംഭം രാത്രി അഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. എന്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ. ആമേൻ. അവൻ എന്നുമെന്നും മതിയായവൻ. അവൻ. ആമേൻ. ഹല്ലേലൂയ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. Hallelujah. Hallelujah. സഭ ചേർന്നൊന്ന് പാടിയാട്ടെ. അവനാദ്യനുമന്ത്യനുമേ ദിവ്യ സ്നേഹത്തിൽ
അവനാദ്യനുമന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ 10,000 അതിശ്രേഷ്ഠനവൻ സ്തുത്യനാം വന്ദ്യനാം നായകൻ 10,000 അതിശ്രേഷ്ഠനവൻ സ്തുത്യനാം വന്ദ്യനാം നായകൻ. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ അവസ്ഥകളെയും അറിയുന്നവൻ. ഹല്ലേലൂയ. നമ്മുടെ വീഴ്ച വീണു പോവാതെ നമ്മുടെ വീഴ്ചയിൽ നമ്മളെ കരങ്ങളിൽ പിടിച്ച് നടത്തി ഒരപ്പൻ തന്റെ മകനെ തോളിൽ വഹിക്കുന്നത് പോലെ നമ്മളെ വഹിക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ നിൽക്കുവാൻ എത്ര പേർക്ക് ഭാഗ്യം ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മഴയും ഹിമവും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുമ്പോഴും ശക്തിയോടെ കൃപകളോടെ നിന്ന് കടന്നു വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് കർത്താവേ, പകൽ മുഴുവനും ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. ആ ദിവ്യസ്നേഹമൊക്കെ ഞങ്ങൾ ഹല്ലേലൂയ അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിച്ചു. 10,000 അതിശ്രേഷ്ഠനായവൻ, ഷാരോണിൻ പനിനീർ പുഷ്പം, സറാഫുകൾ ആരാധിക്കുന്ന ദൈവം, ഗിലിയാദിലെ വൈദ്യൻ. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് വിളിച്ചു പറഞ്ഞതുപോലെ, ഇന്ന് കർത്താവേ ഞങ്ങൾ ഓരോരുത്തരും ആ വലിയ പദവിയിലേക്ക് ഞങ്ങളെ നടത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ ഇതുവരെ അനുഭവിക്കാത്തൊരു വലിയ അനോയിന്റിംഗ് ഞങ്ങൾ അനുഭവിക്കാനിടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ശക്തിയോടെ നിന്റെ മഹത്വം ഞങ്ങളുടെ നടുവിൽ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് കർത്താവേ, ഹൃദയം തുറന്ന് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് നിത്യതയിലേക്ക് ഹല്ലേലൂയ കണ്ണു നട്ടിരിക്കുന്നവരുടെ മേലെ ആ നിത്യപ്രകാശമായ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് തിരുവചനം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അപ്പാ, ഇതുവരെ ഞങ്ങൾക്ക് ലഭിക്കാത്തൊരു വലിയൊരു മന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനായി ശക്തീകരിക്കുന്ന അവിടുത്തെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ചൈതന്യം ഉളവാക്കേണ്ടതെന്ന്. ഹല്ലേലൂയ. ദുഷ്ടന്റെ എല്ലാ അധികാര മണ്ഡലങ്ങളുടെ മേലും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അധികാരമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്ന് കർത്താവേ, ഈ രാത്രിയിൽ ദൈവ ശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തിന്റെ നിറവിനാൽ നിറഞ്ഞു വരുന്ന വലിയ കൃപ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവത്തിന്റെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് ആ ശക്തിയോടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ദൈവിക സാന്നിധ്യം അനുഭവിക്കാനിടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ താങ്ക് യു. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു പോകുന്നത്, നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് എൻ്റെ ശിശുത്വ കാലമ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ 33 വയസ്സിൽ ഞാൻ കർത്താവിനെ അറിയുമ്പോൾ അന്ന് തൈക്കൊടുത്ത് മാത്രമേ കെയർ സെല്ലുള്ളൂ, ഹൗസ് പ്രെയർ കെയർ സെല്ലൊക്കെ. അന്ന് ഒരു പാട്ട് ബൈക്കേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളതിൽ എനിക്ക് മോനുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അന്ന് മഴ സമയത്ത് വേറെ വാഹനങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ് ഞങ്ങൾക്ക്. അന്ന് സിമെൻറ്റ് ചാക്ക് പുതച്ചുകൊണ്ട് പോയതൊക്കെ ഞാൻ ഓർക്കുന്നു. കെയർ സെല്ല് കളയാൻ നമുക്ക് മടിയ, ഒരു മീറ്റിംഗ് പോലും കളയുവാൻ മനസ്സില്ലായിരുന്നു അന്നൊക്കെ. ഞാൻ നിങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ ഇത്രയും കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നു, ഇത്രയധികം സുഖമായിട്ട് വീട്ടിൽ അല്ലേ കട്ടൻ ചായ കുടിച്ച് കിടക്കേണ്ട സമയം നിങ്ങൾ ഇവിടെ വന്നെങ്കിൽ ഒരിക്കലും ദൈവം കാണാതെ പോകത്തില്ല, പ്രതിഫലമുണ്ട്. കാരണം ഈ ലോകത്തിൽ ഏറ്റവും അധികമായി അവൻ്റെ വചനത്തിന് മാത്രമേ നമ്മെ സ്വാധീനിക്കാൻ കഴിയത്തുള്ളൂ. അവൻ്റെ വചനത്തിനും ആത്മാവിനും മാത്രമേ കഴിയത്തുള്ളൂ. നമുക്ക് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ നമുക്ക് ഇഷ്ടംപോലെ ടോപ്പിക്കുകൾ നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്താൽ കിട്ടും, ഇഷ്ടംപോലെ ടോപ്പിക്ക് കിട്ടും. പക്ഷേ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഏത് ടോപ്പിക്ക് വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് അതെല്ലാം അവിടെ കിട്ടും, ഇൻ്റർനെറ്റിൽ കിട്ടും, യൂട്യൂബിലൊക്കെ കിട്ടും. പക്ഷേ എത്രയോ ആൾക്കാർക്ക് ഭക്തന്മാർ പഠിച്ചു എന്നറിയാം. എത്രയോ ദേവദാസന്മാർ, 10,000-ഓളം ദേവദാസന്മാർ ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററിൽ വർഷങ്ങളാണ് പഠിച്ചു വന്നിരിക്കുന്നത്. പക്ഷെ അനേകരും ഇതുപോലെ യൂട്യൂബിലൊക്കെ നോക്കി സെർച്ച് ചെയ്താൽ പക്ഷേ ജീവൻ കിട്ടിയില്ല. പഠിച്ചു, ജ്ഞാനം വർദ്ധിച്ചു, സ്വയം ശക്തിപ്പെട്ടു, പക്ഷേ വചനത്തിനകത്ത് കിടക്കുന്ന ജീവനും ആത്മാവിനെയും പ്രാപിക്കാൻ കഴിഞ്ഞില്ല.
ഞാൻ ഇവിടെ ഉണ്ടോ എല്ലാവരും? ജീവനും ആത്മാവിനെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്, വചനത്തകത്ത് കിടക്കുന്നത്. ഹല്ലേലൂയ. അത് പ്രാപിക്കാൻ നിങ്ങൾ ഓടി വന്ന ആ വ്യഗ്രത സ്വരം കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ വരും നാളുകളിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടായിരിക്കും. ഒന്നിനും പ്രതിഫലമില്ലാതെ പോകത്തില്ല, ഒന്നിനും, അല്ലേ? യെസ്, കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് കഴിഞ്ഞ 25 ആഴ്ച കൊണ്ടാണ് നമ്മൾ മനുഷ്യൻ്റെ തൃത്വത്തെക്കുറിച്ച്, അങ്ങനത്തെ വാക്ക് ബൈബിളിലില്ല, ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ട്രിനിറ്റി, തൃത്വം എന്ന വാക്ക് ബൈബിളിലില്ല. ത്രിയേകത്വം, ട്രൈൺ ഗോഡ് എന്നൊക്കെ വാക്കാണ് ബൈബിളിലുള്ളത്, അല്ലാതെ ട്രിനിറ്റി എന്ന വാക്കില്ല. പക്ഷേ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ 25 ആഴ്ചയും ആ വാക്കുകൾ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഒരുപക്ഷെ വേദോസം അടിച്ച് പരിശോധിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ബൈബിൾ ആ വാക്ക് കാണത്തില്ല. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ട്രിനിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുക. ട്രൈൺ ഗോഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് മാറ്റം സംഭവിക്കണം. വചനത്തിനകത്ത് ജീവൻ വചനത്തിനകത്തുള്ള ജീവനും ആത്മാവിനെയും പ്രാപിച്ചാൽ നമ്മുടെ ജീവിതം മാറുകയാണ്. രാപ്പകൽ വ്യത്യാസമാണ് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഒരൊറ്റ ക്ലാസ് കൂടി പോയ ആൾക്കാരൊക്കെ എവിടെയോ തമിഴ്നാട് അവിടെ ഇവിടെയൊക്കെ ഒരൊറ്റ ക്ലാസ് മാത്രം കൂടിപ്പോയത് ഇന്നും അവരെ വിളിക്കും, പാസ്റ്ററെ ആ 2 മണിക്കൂറത്തെ മെസ്സേജ് ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കി. ഇന്നും ഒരു കല്യാണത്തിന് ഞാൻ ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് 8 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. കാരണം കല്യാണമാ, 19 പാസ്റ്റർമാരോട് നിൽക്കുക, എന്നെ മാത്രം ഒന്ന് അവിടെ വിളിച്ചത്. അപ്പോൾ എനിക്ക് 10 മിനിറ്റ് കൂടുതൽ തന്നത്. 8 മിനിറ്റ് പ്രസംഗിച്ച പ്രസംഗം ഇന്നും യൂട്യൂബിൽ കിടക്കേണ്ടവർ ആ പാസ്റ്റർമാർ വിളിച്ചു പറയും, അന്നത്തെ പ്രസംഗം ഞങ്ങളുടെ കുടുംബജീവിതം മാറ്റിമറിച്ചെന്ന്. കിട്ടിയ സമയത്തിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് തിരുവചനമാണ് കൊടുക്കുന്നത്. അതിനകത്ത് എന്തുണ്ട്? ജീവനും ആത്മാവും. അത് പ്രാപിച്ചാൽ അത് അവൻ്റെ ജീവിതം മാറ്റിമറിച്ചിരിക്കും. അതാണ് സത്യം. അല്ലാതെ നമ്മുടെ പ്രസംഗത്തിൻ്റെ ഗുണമോ ഒന്നുമല്ല ഇവിടുത്തെ വചനം. അവൻ സ്വീകരിക്കുന്ന വ്യക്തി അത് നല്ല ശിശുവിനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ ആ വചനം സ്വീകരിക്കുമ്പോൾ അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ജീവനും ആത്മാവും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നമ്മൾ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പഠിക്കും. നമ്മൾ എന്താണ് വചനം, എന്തൊക്കെ വചനം, എങ്ങനെയൊക്കെയാ, അത് വരുന്ന ആളുകൾ നമ്മൾ പഠിക്കും എന്താണ് വചനം. നോക്കിയേ, ഈ ഒരു പശു അയവിറക്കുന്നത് പോലെ കേൾക്കുന്ന വചനങ്ങൾ അകത്തുപോയി വീണ്ടും വായിലേക്കിട്ട് അത് ചവച്ചരച്ച് ആ വൈക്കോൽ പശു കഴിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, വായിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലിട്ട് വീണ്ടും നമ്മുടെ ചിന്തയിലേക്കിട്ട് ധ്യാനിച്ച് ചോദ്യങ്ങൾ അങ്ങോട്ടും ചോദ്യങ്ങൾ ഇങ്ങോട്ടും ചോദിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് മടഞ്ഞെടുക്കുന്ന മർമ്മങ്ങളും രഹസ്യങ്ങളും നമ്മുടെ അകത്തേക്ക് ഇറങ്ങി വരികയാണ്. അതാണ് സത്യം. അത് കിട്ടിയാൽ ഓരോരുത്തരും കർത്താവിനെ തള്ളി പറയത്തില്ല. അല്ലാത്തവരെയാ കർത്താവിനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ. അവർ ഒരു സമയം കഴിയുമ്പോൾ അവർ കർത്താവിനെ വിട്ട് ദൂരെ പോകും. കാരണം അവർക്ക് സത്യം മനസ്സിലാകാത്തത് കൊണ്ടാണ്, അല്ലാതെ കർത്താവ് നല്ലവനല്ലാത്തത് കൊണ്ടല്ല. അവരുടെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ആഗ്രഹമാണത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സിമന്റ് ചാക്ക് പതച്ചുകൊണ്ട് പോയ കാലമൊക്കെ ഞങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ട്. എത്രയോ കാര്യം. രാവിലെ നമ്മുടെ പറവൂത്ത് ജോർജ് ഏട്ടനുണ്ടായിരുന്നു, മരിച്ചുപോയി. നമുക്കറിയാം ജോർജ് എന്ന് പറഞ്ഞ ബ്രദർ. ഞങ്ങളുടെ സൈഡിൽ ജോലി ചെയ്യുന്ന സമയമാണ് അന്നൊക്കെ. ഞാൻ 3-3:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. രാവിലെ 3:30 മണിക്ക് വെളുപ്പിന്. അന്നും ഒരു പാട്ട്, ഒരു ഒമിനിക്കാറും ഉണ്ടായിരുന്നു അന്നല്ലേ. അതും കൊണ്ട് ഇറങ്ങും. രാവിലെ 4 മണിയാകുമ്പോൾ തൈക്കെടുത്ത് പോയി അവരെയൊക്കെ എടുത്ത് നമ്മൾ അവരെയും കൊണ്ട് 5 മണിക്ക് പറൂരെത്തി 5:30 അവിടെ പുള്ളിനെ വിളിച്ച് കുളിപ്പിച്ച് വലിയ ചേച്ചി എടുപ്പിച്ച് വന്നിട്ട് അന്ന് അവിടെയൊക്കെ പ്രയർ വാക്കൊക്കെ ചെയ്തൊക്കെ ഇന്നും ഓർക്കുന്നു. ഞാൻ പറയും, സന്തോഷമൊക്കെ കണ്ടപ്പോൾ, നിങ്ങളൊക്കെ ഇത്രയും ഓടി വന്നത് കണ്ടപ്പോൾ എൻ്റെ പഴയ ഓർമ്മയിലേക്ക് എൻ്റെ ജീവിതം പോവുക. എത്രയോ നാളുകൾ നമ്മൾ ചെയ്തു. തീഷ്ണതയായി എരിവ് ആത്മാവിൻ്റെ ഭാഗമാണ്, മനസ്സിൻ്റെ അല്ല. മനസ്സിന് തീഷ്ണത വരും, മനസ്സിനൊരു ഒരു ആവേശം വരും. അത് മനസ്സിൻ്റെ, അത് കെട്ടടങ്ങിപ്പോവും. ഇന്നല്ലെങ്കിൽ നാളെ അത് കെട്ടടങ്ങിപ്പോവും. പക്ഷെ ആത്മാവിൻ്റെ എരിവുണ്ടല്ലോ, അത് കെട്ടടങ്ങത്തില്ല. അത് വയസ്സായാലും, അത് മരണത്തിലേക്ക് പോകേണ്ടി വന്നാലും, അന്തിശ്വാസം വലിക്കുമ്പോഴും ആ തീഷ്ണത അകത്ത്, അത് ആത്മാവിൻ്റെ തീഷ്ണതയായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ആ തീഷ്ണത നിങ്ങളിൽ എല്ലാവരിലും കാണുന്നത് കൊണ്ടാണ് ഞങ്ങളോട് നിങ്ങളുടെ ഈ വാക്കുകൾ സംസാരിച്ചത്. നമ്മളിപ്പോൾ പുതിയ ടോപ്പിക് ആരംഭിക്കുന്നു, നിത്യത മുതൽ നിത്യത വരെ. വലിയ ആഴമായ ക്ലാസ് ഒന്നുമല്ല ഇത്. പഠിക്കാൻ പോയാൽ തന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ വേണ്ടി വരും. ഒരു ഔട്ടർ ലൈൻ നൽകിയിട്ട് നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്ന വിഷയങ്ങളെല്ലാം ഇതിനകത്ത് വരുന്ന ക്ലാസ്സുകളായിരിക്കും. നിത്യത മുതൽ നിത്യത വരെയുള്ള ആ ടോപ്പിക്കിനകത്ത് വരുന്ന കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് പഠിക്കുവാനായിട്ട്. മറ്റൊന്ന് നമുക്ക് ബൈബിളിൽ പഠിക്കും. ഇപ്പം നമ്മൾ ട്രിനിറ്റി, മനുഷ്യൻ്റെ തൃത്വത്തെക്കുറിച്ച് പഠിച്ചായിരുന്നു. അതെവിടെയാണ് കിടക്കുന്നത്? അത് ഇതിനകത്ത് കിടക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ 25 ആഴ്ച പഠിച്ചത്. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഈ നിത്യത മുതൽ നിത്യത വരെയുള്ള ആ മനോഹരമായ ടോപ്പിക്കിനകത്തുള്ളത് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. മറ്റൊന്നും അവിടെയില്ല.
അതുകൊണ്ട് ഇത് ഓരോ വിഷയം എടുത്ത് പഠിക്കുന്നത് പിന്നീട് കാര്യമാണ്. നമുക്കൊരു ഔട്ടർ ലൈൻ അന്ന് പോകുക. എന്താണ് ഔട്ടർ ലൈൻ? ഹല്ലേലൂയ. കർത്താവ് വരുമ്പോൾ സഭയെ ചേർത്തുകൊണ്ട് മുകളിലേക്ക് പോകുമെന്ന് വിശ്വസിക്കുന്ന നല്ലൊരു ശതമാനം സഭകളാണ്, 90-ലധികം സഭകളാണ് ഇന്ന് ലോകത്തിലുള്ളത്. അങ്ങനെയൊന്നും വേദവസം പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ ആ പ്രൊജക്റ്റ് നമ്മുടെ അകത്തേക്ക് കയറിയിരിക്കും. നിങ്ങൾ വളരെ വീട്ടിൽ പോയി എഴുതി വെച്ച് വായിക്കുക, ധ്യാനിക്കുക. കർത്താവ് നിങ്ങളെ സഹായിട്ട്. ഒരു നിമിഷം എല്ലാ കണ്ണുകളുടെ പടച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ അവൻ്റെ മാറ്റമില്ലാത്ത ദൈവവചനം കേൾക്കേണ്ടതിന് ഞങ്ങളാരും പൂർണ്ണരല്ല കർത്താവേ, അപൂർണരാണ്. ബലവാനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തു. ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മാറ്റമില്ലാത്ത വചനം പഠിച്ച് ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രം, ഞങ്ങൾക്ക് യേശുവിനെ പോലെയായി മാറണം. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന വേദവസ്തം പരിശോധിക്കുമ്പോൾ, തലങ്കം വിലകം പരിശോധിക്കുമ്പോൾ, ഓരോ ഏടുകൾ തിരിച്ചും മറിച്ചും പഠിക്കുമ്പോഴൊക്കെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ വാഗ്ദത്തങ്ങളും അവകാശങ്ങളും ഏറെ നമുക്കുണ്ടെന്നറിയാം. ആ പുതിയ യെരൂശലേമിലും അവിടുത്തെ വാസസ്ഥലങ്ങളും ഇന്ന് ലോകത്തിൽ കാണുന്ന ഫ്ലാറ്റ് സിസ്റ്റങ്ങളും അപ്പാർട്ട്മെൻ്റൊക്കെ അത് വരാനിരിക്കുന്ന പുതിയ യെരൂശലേമിലെ വിശുദ്ധന്മാരുടെ വാസസ്ഥലങ്ങൾ പോലെ ഇരിക്കുമെന്നൊക്കെ ലോകത്തിൽ ദൈവം നമ്മെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് പഠിപ്പിക്കുകയാണ്. അത്രയും മഹനീയമായ വാഗ്ദത്തങ്ങളും അവകാശങ്ങളും നമുക്ക് കിടക്കുകയാണ്. അവൻ്റെ പുത്രത്വം, അവൻ്റെ വീണുപോയ ദൂതന്മാരെ വിധിച്ച് നരകത്തിൽ തള്ളേണ്ട, പിശാചുക്കളെ വിധിച്ച് നരകത്തിൽ തള്ളേണ്ട വിശുദ്ധന്മാരാണ് നമ്മളെല്ലാവരും. ഒട്ടനവധി വാഗ്ദത്തങ്ങളും അവകാശങ്ങളും തേജസ്സിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഈ ലോകത്തിൽ നമുക്ക് വേദവസ്തം പരിശോധിച്ചാൽ കാണാം. എന്നാൽ ഇതൊന്നുമല്ല നിത്യമായ നമ്മുടെ സമ്പത്ത്. ഇതൊന്നുമല്ല നമ്മുടെ ഏറ്റവും വലിയ, നമ്മൾ പ്രിയം വെച്ച് കാത്തിരിക്കുന്ന സമ്പത്ത്. ഇതൊന്നുമല്ല. ഇതൊക്കെ ആകാം, ഇതൊക്കെ നമുക്ക് ദൈവം വേദവസ്തം പഠിപ്പിച്ചിരിക്കുക. സ്വർഗത്തിലെ ആ പുതിയ യെരൂശലേമും ആ സിയോണും, സ്വർഗീയ സിയോണും, ആ പുത്രത്വം എന്ന വാഗ്ദത്തങ്ങളും, അത് മാത്രമല്ല നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്വേറിയ അവകാശങ്ങളും തേജസ്സൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ യഥാർത്ഥമായ വാഗ്ദത്തവും അവകാശവും. നമുക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട്. അവൻ്റെ അടുക്കൽ പോയി നിൽക്കുക. അവൻ നമ്മെ മകളെ എന്ന് വിളിക്കുമ്പോൾ ഒരു നിമിഷമുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ കർത്താവ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അവൻ ഈ ആയുസ്സിൽ എത്രത്തോളം നേടുന്നുവോ, വചനം ഇങ്ങനെ പറയുന്നു, അവനാകുന്നു സത്യവചനം. അവൻ്റെ പേര് ദൈവവചനമെന്നാകുന്നു. യോഹന്നാൻ പറയുന്ന പോലെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 19-ാം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, അവൻ്റെ പേരോ ദൈവവചനമെന്നാകുന്നു. ആ മാറ്റമില്ലാത്ത ദൈവവചനം, ആ പിതാവ്, ആ സത്യമാണ്. അവിടുന്നാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഇന്ന് പകൽക്കാലം നമ്മൾ അതിലേക്ക് കടക്കാൻ പോകുന്ന മുമ്പ് എല്ലാ കടലമടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ ഇന്ന് രാത്രിയിൽ കടന്നു വരികയാണ്. ഞങ്ങളൊക്കെ ശിശുക്കൾ, അങ്ങയുടെ മക്കൾ. കർത്താവ്, ഈ ആയുസ്സിൽ അങ്ങയുടെ ആത്മാവ് തരുന്നതല്ലാതെ ഞങ്ങളുടെ പക്കൽ മറ്റൊന്നുമില്ല. കർത്താവേ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്ന് പറഞ്ഞ കർത്താവ്, അങ്ങയുടെ അസൗമ്യതയും താഴ്മയുമാണ് ഈ ആയുസ്സിൽ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. ഞങ്ങളുടെ പേരോ പെരുമയോ വിദ്യാഭ്യാസ സമ്പത്തോ ഒന്നുമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ വിലയേറിയത്. ഞങ്ങളുടെ കർത്താവിൻ്റെ സൗമ്യതയും ശാന്തതയും, അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാൻ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്ന് അത് ക്രിയ ചെയ്ത് ഞങ്ങൾ എങ്ങനെപ്പോലെ ആക്കി മാറ്റുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണം. ഈ പഠിക്കുന്ന വിഷയങ്ങളൊക്കെ ഞങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ മനസ്സാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ ഭൂമിക്കകത്ത് അങ്ങ് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം കർത്താവേ. അതുകൊണ്ട് ഈ പഠിക്കാൻ പോകുന്ന നിത്യത മുതൽ നിത്യത വരെയുള്ള ആ മനോഹരമായ ദൈവത്തിൻ്റെ ആ മനസ്സ്, ആ മർമ്മം, ആ മിശ്രി ഞങ്ങൾക്കിത് ഗ്രഹിച്ചറിയുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇന്ന് മുതൽ ഓരോ ഹൃദയങ്ങളോട് സംസാരിക്കണമെന്ന് ഞാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും, ഈ പ്രസംഗിക്കുന്ന അടിയനും കേൾക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഒന്നാണ് കർത്താവേ. ഞങ്ങളൊക്കെ ബലഹീനന്മാരാണ്, അശക്തരാണ്. എന്നാൽ ഞങ്ങളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞങ്ങൾ സകലത്തിൽ സാധ്യമാകും കർത്താവേ. ഇന്ന് രാത്രി അവിടുത്തെ വചനമോ സത്യമാകുന്നു. ഇന്ന് അങ്ങ് ഞങ്ങളെ ഉറപ്പിക്കാൻ പോകുന്ന കൃപക്കായി സ്തോത്രം. അങ്ങയുടെ വചനത്തിൽ ജീവനും ആത്മാവിനെയും ഞങ്ങളെ നിറച്ച് തികഞ്ഞവനാക്കി ഞങ്ങളെ നിർത്താൻ പോകുന്ന വലിയ കൃപക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് ബുദ്ധി വളർത്തുവാൻ ഞങ്ങൾക്ക് ഒട്ടനവധി മാർഗങ്ങൾ ഈ ലോകത്തിലുണ്ട് കർത്താവേ. എന്നാൽ ജീവനും ആത്മാവിനെയും പ്രാപിക്കുവാൻ ഏകമാർഗം അങ്ങയുടെ വചനം മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് രാത്രിയിലും ഞങ്ങൾ അവിടുത്തെ വചനത്തിന് മുമ്പിൽ കീഴ്പ്പെടുകയാണ്, താഴുകയാണ്. അങ്ങ് അത് ചെയ്യുന്ന വലിയ കൃപക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇവിടെ വന്ന് എല്ലാവരും എല്ലാ ഹൃദയങ്ങളെയും ശാന്തമാക്കി നൽകിയിട്ട്, നല്ല നിലമെന്ന പോലെ ഓരോ ഹൃദയത്തെ മാക്കിയിട്ടിട്ട് അങ്ങയുടെ വചനം ആ ഹൃദയത്തിൽ വീട്, നിലത്തിൽ വീട് 100 മേനി വിളയുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം.
ഈ ആയുസ്സിൽ അവിടുത്തെ സാക്ഷിയായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ കളങ്കങ്ങളൊന്നും വരാതെ കർത്താവെ ആ യേശുവിൻ്റെ സൗമ്യതയും താഴ്മയും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണം. ഇത് ഞങ്ങളുടെ ജ്ഞാനം വർദ്ധിക്കാനല്ല കർത്താവേ, ഞങ്ങളുടെ അപ്പനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാ, ഞങ്ങളെക്കുറിച്ചുള്ള അപ്പൻ്റെ ഹൃദയം അറിയാൻ വേണ്ടി മാത്രമാണെന്ന് രാത്രിയിൽ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളെയും മാറ്റിമറിച്ച് എല്ലാ ഹൃദയങ്ങളെയും ശാന്തമാക്കി തരുന്നത് നമുക്കായി സ്തോത്രം. അടിയനോ അങ്ങയുടെ ഇവിടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി കേൾക്കുവാൻ, ആ സ്വരം കേൾക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ ഇരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നിത്യത മുതൽ നിത്യത വരെ ദൈവത്തിൻ്റെ പേരാ നിത്യത. നിത്യൻ, നിത്യനായ ദൈവം. വാക്കുകൾ ഒരുപാട് കാര്യം നമുക്ക് കാണാൻ കഴിയും. നിത്യനായ ദൈവം, അന്ന് നിത്യത എന്ന് പറയുമ്പോൾ ഓടി നമ്മുടെ മനസ്സ് പോകേണ്ടത് നമ്മുടെ സ്വർഗീയ പിതാവാണ്. വേറെ ആരുമില്ല. വേറെ ആരും ഈ ഭൂമിയിൽ നിത്യനായവനുള്ള, നമ്മൾ നിത്യനായ ഒരുവൻ മാത്രം നമ്മുടെ കർത്താവ് മാത്രമാണ്. നമ്മുടെ കർത്താവ്, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ പിതാവല്ലാതെ മറ്റാരും നമുക്ക് നിത്യനില്ല. ആ നിത്യനായ ദൈവത്തിൻ്റെ വാസസ്ഥലമായ ആ നിത്യതയിലേക്കുള്ള യാത്രയില്ല നമ്മളിന്ന്. ഹല്ലേലൂയ. അവൻ്റെ അടുക്കിലേക്കുള്ള യാത്രയില്ല. ഒരിക്കലും ദൈവം സമയത്തിനുള്ളിൽ ഉണ്ട്. ഈ നമ്മുടെ സമയത്തിനകത്ത് നാം പഠിച്ചിട്ടുണ്ട്, 7000 വർഷം മാത്രം ആയുസ്സുള്ള ഈ സമയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ദൈവം ഇതും ആഗ്രഹിക്കുന്നത് നിത്യതയ്ക്ക് അപ്പുറമാണ്. കാരണം മനുഷ്യൻ ഇന്ന് എവിടെ ജീവിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭൂമിയിലല്ല. ഓക്കെ, എവിടെ ജീവിക്കുന്ന മനുഷ്യൻ? സമയത്തിനകത്ത്. അങ്ങനെ പറഞ്ഞ് പഠിക്കണം നമ്മൾ. ഭൂമി എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു സുഖമില്ലാത്തൊരു വാക്കാണ്. നല്ലത് തന്നെയാണ്, തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ പണ്ട് പഠിച്ചു 7 ദിവസം കൊണ്ട് ദൈവം എല്ലാം ഉണ്ടാക്കി. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു ദിവസം ദൈവത്തിൻ്റെ കണ്ണിൽ 1000 വർഷം പോലെ. 2 പത്രോസ് 3:9 90 സങ്കീർത്തനത്തിലും എല്ലാം കാണാൻ കഴിയും നമുക്കത്. ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു ദിവസം 1000 വർഷം പോലെയെങ്കിൽ 7 ദിവസം 7000 വർഷമാണ്. ഹല്ലേലൂയ. ഈ സമയത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ നിത്യത മുതൽ, നിത്യനായ ദൈവം വസിക്കുന്ന നിത്യത മുതൽ, പാസ്റ്റ് എറ്റർണിറ്റി മുതൽ പിന്നീട് സമയം ആരംഭിച്ചു. ഈ സമയം അവസാനിച്ച് കത്തിപ്പോകുമ്പോൾ അതിനുശേഷം വരാകുന്ന ഫ്യൂച്ചർ എറ്റർണിറ്റി, അല്ലേ, ഭാവികാല നിത്യത, അതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ ഭൂമിക്കകത്തുള്ള കാര്യം മാത്രമല്ല, ആ നിത്യനായ ദൈവം, ഏകനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തോന്നിയ അന്ന് മുതൽ വരാനിരിക്കുന്ന ഭാവി നിത്യത വരെ, ഫ്യൂച്ചർ എറ്റർണിറ്റി വരെയുള്ള കാര്യങ്ങളാണ്. വേദവസം ഒരുപാടൊന്നും പഠിപ്പിക്കുന്നില്ലെങ്കിലും ആവശ്യമായതൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കാൻ കഴിയും. ബൈബിളിൽ നിന്ന് തിരഞ്ഞാൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യം വിട്ടുപോകരുത്. അതുകൊണ്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. നിത്യത മുതൽ നിത്യത വരെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പണ്ട് സമയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഈ വാക്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 90 സങ്കീർത്തനം വാക്യം 1 അവിടെ തന്നെയുണ്ട്. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ദൈവത്തെക്കുറിച്ച് വചനം പറയുന്നത് പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചതിനു മുമ്പേ നീ ആരാണ്? അനാദിയായും ശാശ്വതമായും നീ ദൈവമാകുന്നു. ബൈബിൾ നല്ല മലയാളത്തിൽ തെറ്റൊന്നുമില്ല, നല്ല വാക്ക്. അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അനാദി എന്ന വാക്ക് അവിടെ കാണാൻ കഴിയും. ഓക്കെ, എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഫ്രം എവർ ലാസ്റ്റിംഗ് ടു എവർ ലാസ്റ്റിംഗ്. വേറെ മറ്റ് KJV ISV ഒക്കെ വേഷം വായിക്കുമ്പോൾ ഫ്രം എറ്റർണിറ്റി ടു എറ്റർണിറ്റി. നിത്യത മുതൽ നിത്യനായ ദൈവം, അതാണ് ദൈവത്തിൻ്റെ പേര്. യഥാർത്ഥമായ ദൈവത്തിൻ്റെ പേരതാ. ഞാനാകുന്നവൻ ഞാനാകുന്നു, അല്ല, ദൈവത്തിൻ്റെ പേരത്. ആ പേര് ഒരിക്കൽ പിശാച് എടുത്തപ്പോഴാണ് ദൈവം അവനെ ചവിട്ടി താഴെ വിട്ടത്. എന്തെടുത്തു പിശാച്? ഞാൻ 14-ാം അധ്യായം യെശയ്യാ-പുസ്തകം 14-ാം അധ്യായത്തിൽ ഞാൻ അത്യുന്നതനോട്, ഞാൻ സമാഗമന കൂടാരത്തിൽ ഇരുന്നരുള്ളൂ, അല്ലേ, അവനോട് സമനാകുന്നൊക്കെ 5 പ്രാവശ്യം ഞാൻ ദൈവത്തിൻ്റെ നാമം എടുത്തത് കൊണ്ടാണ് അവൻ താഴെ വീണത്. ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച്, ഞാൻ എന്ന ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ പിന്നീട് എടുക്കും. പിശാചിന് പറ്റിയത് നമുക്ക് പറ്റാതിരിക്കുവാൻ ഞാൻ അതിനെ പിന്നീട് ആഴമായി എടുത്തോളാം. കർത്താവ് തരുന്നത് പോലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചോളാം. ലോകത്തിലെ ഏറ്റവും അഭിഷിക്തനായ ആ വ്യക്തി ആരാണെന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ അഭിഷിക്തനായ വ്യക്തി നമ്മുടെ കർത്താവാണോ? അല്ല. ഹി വാസ് അനോയിന്റഡ് കെരൂബ്. അഭിഷിക്തനായ കെരൂബ് എന്ന അവനെക്കുറിച്ച് പറയുന്നത്. അവൻ അഭിഷിക്തനായിരുന്നു. അഭിഷേകം പ്രാപിച്ച ആ അഭിഷിക്തൻ നേരെ പോയത് അങ്ങോട്ടാ. അതുകൊണ്ട് അഭിഷേകമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഓർത്തേക്കണം, നരകത്തിൽ കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. വാക്കുകൾ സൂക്ഷിക്കണം. ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു വലിയൊരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ എന്ന വാക്കിനർത്ഥം അനേക വിശ്വാസികളും അറിയാതാണെങ്കിലും
നമ്മുടെ വായിൽ ആ വാക്ക് വരുന്നുണ്ട്. ഞാനത് അതിനെക്കുറിച്ച് ആഴമായി പിന്നീട് പഠിക്കാം. നമ്മൾ സമയം കർത്താവ് തരുന്നത് പോലെ, നിങ്ങൾ സ്വീകരിക്കുന്നത് പോലെ കർത്താവ് ഇതെല്ലാം പഠിപ്പിക്കുക. എല്ലാ കാര്യങ്ങളും കർത്താവ് നിങ്ങളോട് സംസാരിച്ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് കാര്യം, ആ ദൈവത്തിന് ഓരോ പേരുകളാണ് ഞാനെന്നുള്ള. അതുപോലെ യഹോവ ശാലോം, അല്ലേ? ദൈവം നമുക്ക് മനുഷ്യർക്ക് സമാധാനം ആവശ്യമായിരുന്നപ്പോൾ ദൈവം ശാലോമായി ഇറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യഹോവ ഇരേ, നമുക്ക് കരുതൽ ആവശ്യമായിരുന്നു. ചിതറിപ്പോയ മനുഷ്യൻ, ദൈവസാന്നിധ്യമില്ലാതെ പോയ മനുഷ്യൻ ദൈവത്തിന്റെ കരുതൽ ആഗ്രഹിച്ചപ്പോൾ അവൻ യഹോവ ഇരയായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യഹോവ സിദ്കനു, യഹോവ എൻ്റെ നീതി, ദൈവത്തിന്റെ പേരാ. നമുക്ക് മനുഷ്യർക്ക് നീതി ആവശ്യമായിരുന്നപ്പോൾ യഹോവ നീതിയായി അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമുക്ക് രക്ഷ ആവശ്യമായിരുന്നു. നമുക്ക് ഭൂമിയിലെ മനുഷ്യർക്ക് രക്ഷ ആവശ്യമായിരുന്നപ്പോൾ അവൻ രക്ഷകനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ പേര് യേശു എന്നാകുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഈ നിത്യനായ ദൈവം ഓരോ കാലഘട്ടത്തിലും അവനവൻ്റെ പല പേരുകളിലേക്കായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ അവൻ ഇവിടെയല്ല, അവൻ നിത്യനായ ദൈവമാണ്. സമയത്തിനകത്ത് അവൻ പ്രവർത്തിക്കുന്നു. ദൈവം ജീവിക്കുന്നത് സമയത്തിനപ്പുറം നിത്യതയിലാണ്. മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുന്നത് സമയത്തിനകത്താണ്. ഏതാ സമയത്തിനകം? ഈ കാണുന്ന ഭൂമി. ഹല്ലേലൂയ. ദൈവം ജീവിക്കുന്നത് നിത്യതയിലാണ്. അവൻ നിത്യനായിരിക്കുന്നത് കൊണ്ട് അവൻ ഒരിക്കലും ഇതിനകത്ത് ജീവിക്കാൻ കഴിയത്തില്ല. ജീവിച്ചെങ്കിൽ അവൻ സ്വയം അവനെ തന്നെ പരിമിതപ്പെടുത്തിയത് കൊണ്ടാണ്. സമാഗമന കൂടാരത്തിൽ അവൻ വസിക്കാൻ കാരണം 3 ഗോത്രങ്ങൾ വടക്ക്, 3 ഗോത്രങ്ങൾ ഇസ്രായേൽ മക്കളുടെ 3 ഗോത്രങ്ങൾ കിഴക്ക്, 3 ഗോത്രങ്ങൾ തെക്ക്, 3 ഗോത്രങ്ങൾ പടിഞ്ഞാറുമായി ഇസ്രായേൽ ഗോത്രങ്ങൾ അവർ മരുഭൂമിയിൽ കൂടാരങ്ങളിൽ പ്രാർത്ഥിച്ച് ജീവിച്ചപ്പോൾ സ്വർഗസ്ഥനായവൻ അവന് തോന്നി, എൻ്റെ മക്കൾ കൂടാരങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് സ്വർഗത്തിലിരിക്കാൻ കഴിയില്ല എന്ന് അവൻ അറിഞ്ഞത് കൊണ്ടാണ് അവനും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സമാഗമന കൂടാരത്തിൽ പാർത്തത്. ആ ദൈവത്തിൻ്റെ മഹത്വമൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അത്രയും മഹാനായ ദൈവം ഇസ്രായേൽ മക്കൾ പല ആവർത്തിച്ച് ദൈവം ഇറങ്ങി വന്ന് സമാഗമന കൂടാരത്തിൽ വസിച്ച ശേഷം, ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളുടെ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് എടുത്തോളാം. സമാഗമന കൂടാരത്തിൽ ജീവിച്ച് ദൈവമക്കളുടെ ഇസ്രായേൽ മക്കളുടെ കൂടെ അവൻ പലവട്ടം ജീവിച്ചു മരുഭൂമിയിലൊക്കെ. പക്ഷേ ഇസ്രായേൽ മക്കളുടെ ജീവിത രീതി ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ടും അവൻ മറ്റ് ജാതീയ വിഗ്രഹങ്ങളുടെ ദൈവങ്ങളുടെ പുറകെ പോയത് കൊണ്ടും അവൻ 3 പ്രാവശ്യമായിട്ടാണ് സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. നിങ്ങൾക്ക് പ്രവചന പുസ്തകം പഠിച്ചാൽ എൻ്റെ മനസ്സിൽ ഓടി വരുന്നില്ല. പ്രവചന പുസ്തകത്തിൽ പിന്നെയെല്ലാം കാണുന്നത് സ്വർഗത്തിൽ ദൈവം എന്ന വായിക്കുന്നവർക്കറിയാം, അത് ഓടി വരുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം, ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമല്ലാതായി തീരുമ്പോഴാണ് നമ്മുടെ അകത്തുനിന്ന് ദൈവം പറഞ്ഞ് മുകളിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഓരോ വാക്കിലൊക്കെ എത്രമാത്രം ആഴമുണ്ടെന്നും പഴയ നിയമത്തിലെ സംഭവങ്ങളൊക്കെ നമുക്ക് വെറുതെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയില്ല, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാൻ വേണ്ടിയാണ്. നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ആ ദൈവം നിത്യനായ ദൈവമാണ്. അവൻ നിത്യതയിൽ വസിക്കുന്നു. അവൻ പ്രവർത്തിക്കുന്നത് ഭൂമിക്കകത്താണ്. അത് അവൻ്റെ പണ്ട് പഠിച്ചിട്ടുണ്ട്, അവൻ്റെ പ്രൊജക്റ്റോടുള്ള ബന്ധത്തിൽ മാത്രമാണെന്ന് അറിയണം. അപ്പോൾ അവൻ ഫ്രം എറ്റർണിറ്റി ടു എറ്റർണിറ്റി എന്ന് പറയുന്ന ആ നിത്യനായ ദൈവം, നിത്യതയിൽ വസിക്കുന്ന ദൈവം, അതിലൊരു മറ്റു സാധനമുണ്ട്. ദൈവം നിത്യതയെ രണ്ടാക്കി മുറിച്ചുകൊണ്ട് അതിനിടയിൽ അവൻ സമയം സൃഷ്ടിച്ചു. ദൈവം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ. നിത്യനായ ദൈവം, നിത്യതയിൽ വസിക്കുന്ന ദൈവം, അവനൊരു ചെറിയ സ്വപ്നം തോന്നി. അത് ഇപ്പം അറിയാം, നമുക്കറിയാം. ജസ്റ്റ് ചിന്തിക്കാം. അവൻ ആ നിത്യതയെ രണ്ടാക്കി മുറിച്ചിട്ട് അതിനിടയിൽ സമയം കൊണ്ടുവന്നു. ഈ 7000 വർഷം മാത്രം ആയുസ്സുള്ള ഈ ഭൂമിയെ അവൻ സൃഷ്ടിച്ചു. കണ്ടോ നിങ്ങൾക്ക്? അതിലാണ് ഭൂമി. ഇനി ഈ ഭൂമി കത്തിയഴിഞ്ഞു പോയ ശേഷം വീണ്ടും എന്ത് സംഭവിക്കും? ഈ ഭൂമിക്കകത്തുള്ള ദൈവിക പ്രൊജക്റ്റ് അത് ഈ ഭൂമി ആകാശം കത്തിപ്പോയ ശേഷം വീണ്ടും നിത്യത വന്ന് ഒന്നായി തീരും. പണ്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ ആ ക്ലാസ്സിലേക്ക് പോകാതിരിക്കുന്നത്. വീണ്ടും നിത്യത ഒന്നായി തീരും. അപ്പോഴാണ് യഥാർത്ഥമായ ഈ ഫ്യൂച്ചർ എറ്റർണിറ്റി ആരംഭിക്കാൻ പോകുന്നത്. ഗ്രഹിച്ചോ ഇല്ലയോ? ഓക്കെ. അപ്പം അതുകൊണ്ട് ഈ കാര്യം മറന്നു പോകരുത്. നിത്യതയിലെ ടൈം ഈസ് ഇന്റർവെൽ ഓഫ് എറ്റർണിറ്റി. നിത്യതയുടെ ചെറിയൊരു ഇന്റർവെല്ലിൽ മാത്രം 7000 വർഷം മാത്രമുള്ള പണ്ടൊക്കെ സിനിമ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഇപ്പോഴല്ലേ പണ്ടൊക്കെ പോകുമ്പോൾ അല്ലേ? ഓക്കെ, ബാക്കി ശരിയൊക്കെ ക്ലിയർ അല്ലേ? പോകുമ്പോൾ അന്നൊക്കെ ഒരു സിനിമയുടെ പകുതി കഴിയുമ്പോൾ ഇന്റർവെൽ നിന്ന് കാണിക്കും 10 മിനിറ്റ് ചായ കുടിക്കാനുള്ള സമയം. അതുപോലെ 10 മിനിറ്റ് അല്ല, ഒരു 7000 വർഷത്തെ സമയം ഇന്റർവെൽ ഇട്ടുകൊണ്ടാണ് ദൈവം നിത്യതയെ രണ്ടാക്കി മുറിച്ചു മാറ്റിയത്. ആ നിത്യനായ ദൈവം തൻ്റെ പ്രവൃത്തി അവസാനിപ്പിക്കുമ്പോൾ, എവിടുത്തെ പ്രവൃത്തിയാ?
ഭൂമിക്കകത്തുള്ള പ്രവൃത്തി അവസാനിപ്പിക്കുമ്പോൾ ആ ഭൂമിയും ആകാശമൊക്കെ കത്തിപ്പഴിഞ്ഞ ശേഷം വീണ്ടും നിത്യത ഒന്നായി തീരും. അതാണ് ഈ ദൈവത്തിൻ്റെ പ്രൊജക്റ്റ്. അതുകൊണ്ട് അപ്പോൾ ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു, ഭൂമിയിൽ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കാണാൻ കഴിയും. സഭാപ്രസംഗി 3:16 നമ്മൾ പഠിച്ച് തുടങ്ങാൻ പോവുകയുള്ളൂ കേട്ടോ. നമ്മൾ ജസ്റ്റ് 1-2 വാക്യങ്ങൾ വായിക്കുക. നമ്മളിവിടെ 3:16 ഇങ്ങനെ വാക്യമുണ്ട്: അവൻ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ആ ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തികളെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. അപ്പോൾ ഇവിടെ തന്നെ കാണാൻ കഴിയും, മനുഷ്യരുടെ ഹൃദയത്തിൽ എന്ത് വെച്ചിട്ടുണ്ട്? നിത്യത. ഞാൻ പിന്നീട് എടുത്തോളാം, സമയമുള്ളവരെ എടുത്തോളാം. സത്യത്തിൽ ഓർത്തേ, ഈ സഭാപ്രസംഗി ശലോമോൻ തൻ്റെ ആ പുസ്തകത്തിൽ എഴുതി വയ്ക്കുമ്പോൾ ദൈവം സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യത എവിടെ വെച്ചിരിക്കുക? മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. നിത്യത മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ ആരാ? നിത്യനാണ്. എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? മറ്റേതിൽ വർക്കിംഗ് ഇല്ല, ബാറ്ററി പോയി. അപ്പോൾ ശ്രദ്ധിക്കണമേ. ഇവിടെ ഈ വാക്കുകൾ നമുക്ക് എടുക്കാം. പിന്നീട് ഈ വാക്ക് വെച്ചൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം നിത്യത വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ കാണുന്ന മനുഷ്യനൊക്കെ ചത്തൊടുങ്ങി പോകാൻ വേണ്ടി വെച്ചതല്ല, ഇവിടെ ജനിപ്പിച്ചതല്ല ദൈവം. മനുഷ്യൻ നിത്യനാണ്. ഇവിടെയല്ല അവൻ്റെ യഥാർത്ഥമായ ജീവിതം. നിത്യതയിൽ വസിക്കുന്ന ദൈവം. നിത്യതയിൽ വേറെയും വാസസ്ഥലങ്ങളുണ്ട് അല്ലേ? സ്വർഗം മാത്രമല്ല, നരകവും നിത്യമാണ്. നിത്യതയിൽ പോകണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണമേ, നരകത്തിലേക്ക് പോകാൻ ഇത് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത് അല്ലേ? നരകം എന്താ? സ്വർഗം മാത്രമല്ല നിത്യത. സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ കൂടെ നിത്യത നമ്മൾ കഴിക്കുന്നു. ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നിത്യത കഴിക്കുന്നു. വേണമെങ്കിൽ പിശാചിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് നിത്യത കഴിക്കാം. 2 ഓപ്ഷനാണ് മനുഷ്യർക്ക്. ഏത് മനുഷ്യനും ഈ ഭൂമിക്കകത്ത് ഓപ്ഷൻ. അതുകൊണ്ട് ഈ കത്തോലിക്ക പോലത്തെ സംവിധാനം, എന്താ പറയുക, നാമധേയ ക്രിസ്ത്യാനികൾ ഇവിടെ മരിച്ചുപോയി ഏതെങ്കിലും കുട്ടി നരകത്തിൽ കൊണ്ടുപോയിട്ടിട്ട് അവരെ എന്തൊക്കെയല്ലേ ശുദ്ധീകരണ സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് ശുദ്ധീകരിച്ച് അല്ലേ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിക്ക് ഈ പുസ്തകവുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ സുഖമല്ലേ? ഇവിടെയും സ്വർഗം. കുറച്ച് നാൾ ശുദ്ധീകരണ കാലത്ത് പോയിട്ട് അവിടെ നിന്ന് പോയ വീട്ടിൽ സ്വർഗം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വഴിയേ പോകത്തുള്ളൂ അല്ലേ? നമുക്ക് ഇവിടെ സ്വർഗമാണ്. അടിച്ച് പൊളിച്ച് തകർത്ത് നശിപ്പിച്ച് കളക്കുക. പിന്നെ എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന, ഭൂമിയിൽ അവൻ്റെ മാതാപിതാക്കൾ അല്ല എന്തെങ്കിലും മക്കളോ ചാർച്ചക്കാരോ ബന്ധുമിത്രാദികളോ ഭൂമിയിൽ ചെയ്യുന്ന നേർച്ച കാഴ്ച വഴിപാടുകൾ കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ഈ ദുഷ്ടന്മാരായ മനുഷ്യർ ഇവരുടെ പ്രാർത്ഥന കൊണ്ടും കാണിക്കുകയല്ല, എന്താ പറയുക, ദാനധർമ്മങ്ങൾ കൊണ്ടും അവർ ശുദ്ധി ഭാവിച്ച് സ്വർഗത്തിൽ പോകുമെങ്കിൽ മനുഷ്യനാണ് ഒരുവൻ നിത്യതയ്ക്ക് കയറ്റിവിടുന്നത്, ദൈവമല്ല. അങ്ങനെയാണെങ്കിൽ അല്ലേ? മനുഷ്യന്റെ നേർച്ച കാഴ്ച വഴിപാട് കൊണ്ട് മരിച്ചുപോയി അച്ഛൻ മരിച്ചു കിടക്കുക, അപ്പച്ചൻ മരിച്ചു നരകത്തിലേക്കല്ല, കൂട്ടുനരകല്ലേ, ശുദ്ധീകരണശാലയ്ക്ക് പോയി അവിടെ കിടക്കുകയാണ്. ഇവിടെ മക്കൾ എല്ലാ വർഷം തോറും ആണ്ടുതോറൊക്കെ ഇങ്ങനെ എന്താ പറയുക ബലികളും അല്ലേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ദാനധർമ്മങ്ങളും നേർച്ച കാഴ്ച വഴിപാടൊക്കെ കൊണ്ട് ഈ അപ്പച്ചനെ സ്വർഗത്തിൽ കയറ്റിവിടുമെങ്കിൽ മനുഷ്യനല്ലേ ദൈവത്തെക്കാൾ വലിയവൻ? സ്വർഗത്തിൽ കയറ്റിവിടാൻ കഴിവുള്ളവൻ ആരാ? ദൈവം ഡമ്മിയാ. അപ്പോൾ കാരണം മനുഷ്യൻ തീരുമാനിക്കണം അതൊക്കെ. അങ്ങനെയാണെങ്കിൽ അല്ലേ ആ ദൈവം സത്യമായ ദൈവമല്ല. മുസ്ലിം സമുദായങ്ങളിൽ ഞാൻ നിങ്ങളെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം സഹോദരങ്ങൾ അവരും വിശ്വസിക്കുന്നത് എത്രയോ ലക്ഷക്കണക്കിന് കുട്ടിനരകങ്ങളുണ്ട്. എനിക്ക് ഓർമ്മയില്ല, എത്രയോ ലക്ഷക്കണക്കിന് കുട്ടിനരകങ്ങൾ താഴെയുണ്ട്. മരിച്ചുപോയവരെയൊക്കെ ആ കുട്ടിനരകത്തിൽ കൊണ്ടുപോയിട്ട് ഇതേ സെയിം സിസ്റ്റം തന്നെയാണ് ക്രിസ്തീയ മതങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അവരും ആ കുട്ടിനരകത്തിൽ കൊണ്ടുപോയിട്ട് ശുദ്ധീകരണ കാലം കഴിഞ്ഞ് ഹൂറികളോടുകൂടി കന്യകമാരോട് കല്യാണം കഴിച്ച് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അവരുടെയും വിശ്വാസം. നല്ല പരിപാടിയല്ലേ? ഇവിടെയും സ്വർഗവും അല്ലേ? നിങ്ങൊന്നും ഉണ്ടായിരിക്കുന്നുണ്ട്. അതൊന്നുമല്ല, ഇതൊക്കെ മനുഷ്യന്റെ മാർഗങ്ങളല്ലേ. ഇതൊന്നുമല്ല യഥാർത്ഥ ദൈവത്തിന്റെ മാർഗം. അവനവൻ 5:10 ഒതുകൂതലേഖനം 5:10 എന്ന് പറയുന്നു. 2 കൂറുലേഖനം അല്ലേ? അവനവൻ ശേഖരിക്കുമ്പോൾ ചെയ്തത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിൽ തക്കവണ്ണം പ്രാപിക്കാൻ തക്കവണ്ണം നാമെല്ലാം
ക്രിസ്തുവിൻ്റെ ന്യായാസനം. അത് ഭീമ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ പോലും അതൊക്കെ അക്ഷരികമായി നമുക്ക് ന്യായവിധിയുള്ള ബന്ധത്തിൽ എടുക്കാൻ കഴിയും എന്ന കാര്യം മറന്നു പോകരുത്. ഓക്കെ, ഞാൻ മുന്നോട്ട് കടന്നു പോകാം. അപ്പോൾ മനുഷ്യൻ്റെ അകത്ത് ദൈവം നിത്യത വെച്ചിരിക്കുക. അതിനർത്ഥം നിത്യനായ ദൈവം മനുഷ്യൻ്റെ മേലേക്ക് ഒരു മനുഷ്യാത്മാവിനെ ഒതുക്കൊടുക്കുമ്പോഴും മനുഷ്യൻ നിത്യനാണ്, ദൈവത്തെ പോലെ നിത്യനാണെന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടിച്ച് കയറണം. നമ്മുടെ ഹൃദയത്തിലേക്ക് എന്ത്? ദൈവം എൻ്റെ അകത്ത് എന്ത് വെച്ചിരിക്കുന്നു? മനുഷ്യന്റെ ഹൃദയത്തിൽ നിത്യത വെച്ചിരിക്കുന്നു. ഞാൻ ഈ ഭൂമിക്കാരനല്ല, ഈ ദൈവം നിത്യതയിൽ വസിക്കുന്നു എങ്കിൽ എൻ്റെ ജീവിതം അവിടെ കഴിക്കണം എന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വെളിപ്പാടായാൽ മാത്രമേ ഈ ലോകത്തെ നമ്മൾ തള്ളിക്കളയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങും. ലോകസ്നേഹം ദൈവത്തോട് ശത്രുതമാവുന്നു. യാക്കോബ് 4:4 പറയുന്നു. വ്യഭിചാരിണികളായുള്ള ദൈവസ്നേഹം വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാകുന്നു. ലോകം അതിന് മോഹം ഒഴിഞ്ഞു പോകുമെന്ന് യോഹന്നാൻ 2 ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നു. 4-ാം അധ്യായത്തിൽ സെയിം കാര്യം പറഞ്ഞു യോഹന്നാൻ പറയുക. അപ്പം അതുകൊണ്ട് നമ്മുടെ അകത്ത് ദൈവം നിത്യത വെച്ചിട്ടുണ്ട്. ഏത് മനുഷ്യൻ്റെ അകത്ത് എന്തുണ്ട്? നിത്യത വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറയുക എങ്കിലും അവിടെയാണ് കണ്ടീഷൻ. നിത്യത ഏത് മനുഷ്യന്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിലും, ദൈവം വെച്ചിട്ടുണ്ടെങ്കിലും, എങ്കിലും ഒരു കണ്ടീഷൻ പറയുക, ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിയുന്നില്ല. നമുക്ക് മനുഷ്യർക്ക് കഴിയുന്നില്ല. ആദമിൻ്റെ മക്കൾക്ക് ദൈവം ആദി മുതൽ അന്ത്യം വരെ, ഞാൻ എടുത്തോളാം, മതി, ആദി മുതൽ അന്തം, ഒരു പ്രത്യേക വേറൊരു വാക്ക് കാണാൻ കഴിയും അല്ലേ? ആദിയും അന്തവും. അപ്പോൾ ഈ ദൈവം ആദി മുതൽ അന്തം വരെ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലേ, അത് മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതാണ് മനുഷ്യന്റെ പ്രശ്നം. അത് ഗ്രഹിക്കാത്തത് കൊണ്ട് എന്ത് പറ്റുന്നറിയാമോ? മനുഷ്യൻ നിത്യനാണ്, പക്ഷേ നിത്യത എവിടെ കഴിക്കുമെന്നുള്ള കാര്യം അത് നമുക്ക് അത് വലിയ ചോദ്യചിഹ്നമായി ഏത് മനുഷ്യനെ ഹൃദയത്തിലിരിക്കുകയാണ്. മനസ്സാവുന്നതിലേക്ക് ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ആദിയോടൊന്നും ചെയ്യുന്ന പ്രവൃത്തികളെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല എന്ന് സഭാപ്രസംഗി പഴയ നിയമത്തിൽ പറയുമ്പോൾ ഇന്ന് നമുക്കങ്ങനെ പറയാൻ പാടില്ല. കാരണം നമ്മൾ ആത്മാവിനെ പ്രാപിച്ചതാണ്. ദൈവജീവൻ കിട്ടിയത് നമുക്കിന്ന് അറിയില്ല ഒരു വാക്ക് പറയുന്നുവെങ്കിൽ നമ്മൾ ഭോഷന്മാരായത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചും അവൻ്റെ ഭൂമിയിലൊക്കെ നടക്കുന്ന അവൻ്റെ സകല പ്രൊജക്റ്റിനെ കുറിച്ചും നിത്യത മുതൽ നിത്യത വരെ വരാൻ പോകുന്ന അല്ലെ പാസ്റ്റ് എറ്റേണിറ്റി മുതൽ ഫ്യൂച്ചർ എറ്റേണിറ്റി വരെയുള്ള ദൈവത്തിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ നമ്മുടെ കയ്യിൽ പുസ്തകത്തിൽ എഴുതി തന്നിട്ടും അവൻ്റെ രാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നാം അന്വേഷിക്കുന്നില്ലെങ്കിൽ നാം ഭോഷന്മാർ തന്നെയാണ്. കാരണം മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം നിത്യത വെച്ചിരിക്കുന്നു. അതാണ് മനുഷ്യന്റെ യഥാർത്ഥമായ വാസസ്ഥലമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആദിയോടൊന്നും ചെയ്യുന്ന പ്രവൃത്തികളെ നമുക്ക് ഗ്രഹിച്ചേ മതിയാകൂ. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവം ഒരിക്കൽ പോലും ഈ സ്പൂൺ ഫീഡിങ്ങും നമുക്ക് തരത്തില്ല. ദൈവം നമുക്ക് പറഞ്ഞു തരും. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. അതാ അന്വേഷിപ്പീൻ കണ്ടെത്തും അല്ലേ? ശരിയല്ലേ? SBI ബാങ്കിൽ നമ്മൾ എല്ലാ ബാങ്കുകൾ കയറി ഇറങ്ങി നടക്കുക. SBIയിലും കാനറ ബാങ്കിലും അല്ലേ, എല്ലായിടത്തും നമ്മൾ അതൊക്കെ അന്വേഷിക്കാൻ ഭയങ്കര മിടുമിടുക്കന്മാരാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ലോൺ കൊണ്ടേ വരത്തുള്ളൂ നമ്മളല്ലേ. ഒന്നും മിണ്ടില്ല നിങ്ങൾ. ഓക്കെ, എന്തുമാകട്ടെ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് ആദിയോടൊന്നും ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ പഠിക്കാൻ പോകുകയാണ്. നമ്മൾ ഇന്ന് ആരംഭിച്ച് വെക്കാൻ പോകുകയാണ്. സഭാപ്രസംഗി പിന്നെ ഞാൻ പിന്നീട് എടുത്തോളാം അതിനെക്കുറിച്ച്. സഭാപ്രസംഗിന് 12:5 പറയുന്നുണ്ട്, 5-ാം വാക്യത്തിൽ മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അപ്പോൾ ആദിയോടന്തം അല്ലെങ്കിൽ ഹൃദയത്തിൽ നിത്യത വെച്ചിട്ട് ആ ശാശ്വത ഭവനത്തിലേക്ക് മനുഷ്യൻ പോകും. അവിടെയും 2 വഴികളാണ് നമുക്ക്. നരകവും ശാശ്വതമാ, സ്വർഗവും ശാശ്വതമാ. എവിടെ പോകുമെന്നുള്ളത് ഇന്ന് നമുക്ക് തീരുമാനിക്കണം. ഇന്നത്തെ തീരുമാനമാണ് നമ്മുടെ ജീവിതം പോലെ ഇരിക്കും. നമ്മുടെ തീരുമാനം മാത്രമല്ല, ആ തീരുമാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ജീവിതമുണ്ട്, തെളിയിക്കപ്പെടുന്ന ജീവിതം. ക്ലിയർ ആണോ? നമുക്ക് അറിവ് കിട്ടിയിട്ട് കാര്യമില്ല. നമുക്കറിയാം സ്വർഗമുണ്ടെന്നും യേശു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചെന്ന് നമുക്കറിയാം. എല്ലാം അറിവുണ്ട്. അറിവ് മനുഷ്യനെ ചീർപ്പിക്കത്തേ ഉള്ളൂ, നിത്യയിൽ എത്തിക്കത്തില്ല നമ്മളെ. അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുത്ത് ആ തീരുമാനം നമുക്ക് തെളിയിച്ച് ദൈവത്തെ തെളിയിക്കണം. അതുകൊണ്ട് 1 പത്രോസ് ലേഖനം 1:9 വാക്യം പറയുന്നു. 1 പത്രോസ് 1:9 പറയുന്നു, വിശ്വാസത്തിന് അന്ധമായ ആത്മരക്ഷ മലയാളത്തിൽ കിടക്കുമ്പോൾ ദേഹീരക്ഷ. ഒരു വിശ്വാസം, നമ്മളെ ഈ പഠിക്കുന്ന കേൾക്കുന്ന വചനത്തിന്റെ വിശ്വാസമുണ്ട്. അത് ഒരു ആയുസ് കൊണ്ട് തെളിയിക്കുന്നത്. ഇപ്പോഴല്ല, ഒരു സെക്കൻഡ് കൊണ്ടല്ല, ജീവിതത്തിന് അവസാനം വരെ, ശ്വാസം പോകുന്നത് വരെ കേട്ട വചനത്തിന്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഈ വിശ്വാസത്തിൽ ഏറ്റുപറഞ്ഞ് മരിക്കണം നമ്മൾ.
പിച്ചും പേയും പറഞ്ഞ് മരിക്കുകയല്ല ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് മരണാന്ത ജീവിതത്തെക്കുറിച്ച് എടുക്കാം നമുക്ക്. ഇന്ന് ഒട്ടനവധി വിശ്വാസികൾ പിച്ചും പേയും പറയുക. ഈ പിശാചുക്കൾ ഘോരരാജാവിൻ്റെ പിശാചിൻ്റെ ദൂതന്മാർ വന്ന് നമ്മളെ കൊണ്ടുപോകാൻ വരുമ്പോൾ നമ്മളിങ്ങനെ കൈയും കാലൊക്കെ ഇട്ടടിക്കും. മരിക്കാൻ പോകുമ്പോൾ നമുക്കറിയാൻ കഴിയും ആരാണ് നമ്മെ കൊണ്ടുപോകാൻ വരുന്നത്. ദൈവത്തിൻ്റെ ദൂതന്മാരാണോ അതോ പിശാചിൻ്റെ ഘോരരാജാവിൻ്റെ ദൂതന്മാരാണോ നമുക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് എത്രയോ പെന്തക്കോസുകാർ അവർ മരിക്കുന്നതൊക്കെ പിച്ചും പേയും പറഞ്ഞത് ഐസിയു കിടന്നൊക്കെ മരിക്കുന്നത്. അതിനർത്ഥം അവർ പോകുന്നത് സ്വർഗത്തില് ആ സ്വർഗീയ നിത്യതയ്ക്കല്ല, നരകമെന്ന് പറയുന്ന മറ്റൊരു നിത്യതയിലേക്കാണ്. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് വാഴമായി പിന്നെ എടുത്തോളാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് തീരുമാനിക്കണം, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ആ ഭവനം ഏതാണ് തീരുമാനിച്ചോളാം. ഇവിടെ ഇപ്പം കഴിയും ഈ ആയുസ്, നാളെ നേരം വെളുപ്പിക്കുമ്പോൾ നമുക്കറിയത്തില്ല. ഇപ്പോൾ കഴിയും, പക്ഷേ നിത്യമായി മരണമില്ലാതെ കോടാനുകോടി വർഷം ജീവിക്കാൻ പോകുന്നൊരു സ്ഥലമുണ്ട്. അതിന്ന് ഹൃദയത്തിൽ കണ്ട് അതിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ വേറൊരു സ്ഥലമുണ്ട് നിത്യമായത്, നരകം. അവിടെയും ജീവിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് ഞാൻ അല്പമായി നിങ്ങളോട് സംസാരിച്ചോളാം. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ആദിയോടന്തം ചെയ്യുന്ന, അല്ലേ, ആദി അന്തം, ഈ രണ്ട് വാക്യം എന്നുള്ള ഹൃദയത്തിൽ ആദിയോട് അന്തം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞേ മതിയോതു. അതോടൊപ്പം പറഞ്ഞത് എങ്കിലും ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല. നമുക്കതിനെ പറയാൻ പാടില്ല, കഴിയില്ല, എന്നാലും പഠിപ്പിച്ചില്ല, ഒന്നും നമുക്ക് പറയാൻ പാടില്ല. കാരണം ആര് പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും, സഭയിൽ പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും നമ്മുടെ അകത്ത് പഠിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു ബൈബിൾ ടീച്ചർ ഇതിനകത്തുണ്ട്. അത് മറ്റാരുമല്ല, അവൻ്റെ പരിശുദ്ധാത്മാവ്. സകലത്തെക്കുറിച്ച് നമുക്ക് അവൻ പറഞ്ഞു തന്നിരിക്കും. നമ്മുടെ അന്വേഷണമാണ് നമ്മളെ. ഒരിക്കലും നിഗളിലോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ ദൈവം കൃപ കൊടുക്കുന്നു. അവൻ്റെ മുമ്പിൽ താഴത്തോളത്തോളം കാലം നമുക്ക് അവന് പ്രാപിക്കാൻ കഴിയില്ല. എത്ര വലിയ എന്തൊക്കെ ജ്ഞാനം കിട്ടിയാലും അതിൻ്റെ വെളിപ്പാടും ജീവനും ആത്മാവിനെയും പ്രാപിക്കണമെങ്കിൽ നമ്മൾ അവൻ്റെ മുമ്പിൽ താഴ്ന്നു നിന്നേ മതിയാകത്തുള്ളൂ നമ്മൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ആദിയോടൊന്നും ചെയ്യുന്ന പ്രവൃത്തികൾ അത് നമ്മൾ ഗ്രഹിക്കാൻ പോകുകയാണ്. രണ്ട് വാക്കുകളാണ് സമയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ബൈബിൾ അകത്ത് കാണാൻ കഴിയുന്നത്. ഒന്ന് കൈറോസ് എന്നും രണ്ട് ക്രോണോസ് എന്നും. രണ്ട് വാക്കുകളാണ് കൈറോസ്, ക്രോണോസ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രീക്ക് പദമാണ്. കൈറോസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകപരമായ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം അല്ലേ, എൻ്റെ 1 വയസ്സ് മുതൽ 10-15 വയസ്സ് വരെയൊക്കെയുള്ള എൻ്റെ കുട്ടിക്കാലം, ഒരു അത്രയും വലിയ പീരീഡാണത് അല്ലേ? ആണോ? അതെ, അത്രയും വലിയ പീരീഡാണ് എൻ്റെ ശുശ്രൂഷ കാലഘട്ടം. ഇത്രയും വർഷം അതൊരു പീരീഡാണ്. ആ ഒരു കാലഘട്ടത്തിന് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു ഗ്രീക്ക് പദമാണ് കൈറോസ് എന്ന് പറയുന്ന വാക്ക്. അങ്ങനെ വാക്കുകൾക്ക് നമുക്ക് പഠിക്കുന്നവർക്ക് അത് രണ്ട് വാക്കുകൾ കാണാൻ കഴിയും. നമുക്കിപ്പോൾ വലിയ അത്യാവശ്യമൊന്നുമില്ല. ക്രോണോസ് എന്ന് പറയുന്ന വാക്ക് അവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ചിലയിടത്ത് ഈ കൈറോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ചില സമയത്തിനടുത്ത് ദിവസത്തിൻ്റെ വാക്കിൻ്റെ കൂടെ ഈ ക്രോണോസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടിന് അർത്ഥങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പണ്ട് ഇവിടെ എന്തോ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തോന്നും രണ്ടും പല വാക്കാണ്, രണ്ട് വ്യത്യസ്തമായ വാക്കുകളാണ് കാണുന്നത്. പക്ഷെ വാക്കുകൾ എന്താ? ഇപ്പം സ്പിരിറ്റ് എന്ന് പറഞ്ഞ വാക്ക് കാണുമ്പോൾ ദൈവാത്മാവാണോ മനുഷ്യാത്മാവാണോ നമുക്ക് വിവേചിക്കാൻ പലപ്പോഴും കഴിയത്തില്ല. പക്ഷെ കഴിയും അതിന്. അവിടെ ആ ക്യാപിറ്റൽ എസ് ആണെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു, സ്മോൾ ലെറ്റർ എസ് ആണെങ്കിൽ മനുഷ്യൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ചില വ്യത്യസ്തമായ പദങ്ങൾ അവിടെയൊക്കെ ന്യൂമ എന്ന പദം പരിശുദ്ധാത്മാവിനും മനുഷ്യാത്മാവിനും ഒരേപോലെ ഉപയോഗിച്ചിരിക്കുന്നു. കഴിയത്തില്ല അവിടെ. ചില വാക്കുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടേക്ക് കൈറോസ് എന്ന് പറഞ്ഞ കാലഘട്ടം, വാക്കിൻ്റെ അർത്ഥം ഒരു കാലഘട്ടം മുഴുവനും, എൻ്റെ വിവാഹത്തിന് ശേഷമുള്ള കാലഘട്ടം. അതൊരു പീരീഡാണ്, ഒരു വലിയ കാലയളവാണ്. ക്രോണോസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് മുറിച്ചെടുത്ത് ഒരു സെക്കൻഡിനെ മുറിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ മുറിക്കാൻ പറ്റിയാലും അത്രയ്ക്കധികമുള്ള സെക്കൻഡിനെ കാണിക്കുക. ഒരു ചെറിയ സെക്കൻഡിന് പോലും വിലയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വേദവസം പഠിപ്പിക്കുക അതിനെക്കുറിച്ച്. ഇത്രയ്ക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. നിത്യതയിൽ സമയമില്ല. സമയം എവിടെയുള്ളത്? ഭൂമിക്കകത്ത് മാത്രമേ സമയമുള്ളൂ. നിത്യത എന്ന് പറയാൻ സമയക്ക് അപ്പുറമുള്ള കാര്യമാണ്. അതിനാരംഭവുമില്ല അവസാനവുമില്ല. അതാണ് നിത്യത. അവിടെ ക്ലോക്കില്ല. അവിടെ ക്ലോക്ക് എന്ന അർത്ഥം വേറെ. അവിടെ വേറെന്താ ഉള്ളത്? അവിടെ നിത്യമാണ്. അവിടെ സമയമില്ല. ക്ലോക്ക് എന്നൊരു സാധനം അവിടെ ഇല്ല. അവിടെ നിത്യമായ കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഈ ക്രോണോസ്, ഒരുപാട് ക്രോണോസ് കൂടിക്കൂടി വരുന്നതാണ് ഒരു കാലഘട്ടം, അല്ലെങ്കിൽ കൈറോസ് എന്ന് പറയുന്നത്. അത്രമാത്രം നിങ്ങൾ ചെറുതായി മാത്രം അറിയുക. എഫേസ്യർ 5:16 പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ. രണ്ട് വാക്ക്, ദുഷ്കാലമാകയാൽ സമയം, രണ്ട് വാക്കുകളാണ് അവിടെ. രണ്ട് വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ടൈമും ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ വാക്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹീബ്രു ഒക്കെ പഠിക്കുന്നവർക്ക് അത് കാണാൻ കഴിയുന്നു. അത്യാവശ്യം അറിയേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞു പോകുക. 2 തിമോത്തിയോസ്
3:1 അത് പഠിപ്പിക്കുന്നുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക എന്ന് പറയുന്ന കാര്യങ്ങൾ. അവിടെയൊക്കെ ഈ 2 വാക്യങ്ങൾ ചേർന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പേടിക്കൊന്നും വേണ്ട, അറിയേണ്ട അത്രമേ, അറിഞ്ഞിട്ട് പഠിച്ചെഴുതി മാർക്ക് മേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനകത്ത് എത്രയോ ബൈബിൾ പഠിപ്പിക്കാൻ ആൾക്ക് ആഗ്രഹിക്കുന്നവർ എത്രയോ പേരുണ്ടായിരിക്കും. അവർക്കിത് പഠിക്കാൻ ഒരു പ്രചോദനമാകാൻ വേണ്ടി മാത്രമേ പഠിച്ചിട്ട് പറഞ്ഞുള്ളൂ. കൈറോസും ക്രോണോസെ കുറിച്ച് ഗ്രീക്കിൽ നമുക്ക് ആ വാക്കുകൾ കാണാൻ കഴിയും. ഓക്കെ, ഞാൻ വിടുക. നേരത്തെ വായിച്ചതുപോലെ ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ദൈവം ആദിയോടന്തം നീ കാണാൻ കഴിയും. അത് കാണാൻ എന്തുറ്റി മിസ്റ്റേക്ക് ആണ്, കംപ്ലൈൻ്റ് ആണല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അവിടെ കാണാൻ പറ്റും, മുകളിലോട്ട് കാണാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. പേടിക്കണ്ട, പിശാചൊന്നുമല്ല, നമ്മൾ തോറ്റു കൊടുക്കുന്നില്ല അല്ലേ? പണ്ടൊക്കെ ഞാൻ ഫ്ലെക്സ് അടിച്ചിട്ടാക്കി ക്ലാസ് എടുക്കുന്നത്. ഫ്ലെക്സിൽ കാണിച്ച് ദൂരെ ഫ്ലെക്സാന്നൊക്കെ, ഫ്ലെക്സും കൊണ്ട് തലേ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ കാലം മാറി. ഓക്കെ, അപ്പോൾ ദൈവം ആദിയോടൊന്നും ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഈ എന്തിനും ഉൽപ്പത്തി പുസ്തകം 1:1 ദൈവം, ഉൽപ്പത്തി പുസ്തകം 1:1 ദൈവം ആദി ആകാശവും ഭൂമിയും ആദി അല്ലേ, ഇനി സമയമുണ്ടാകുകയില്ല എന്ന് വെളിപ്പാട് പുസ്തകം 22-ാം വാക്യത്തിൽ അവസാനിപ്പിക്കുമ്പോൾ അവിടെ അന്തം കാണാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ആദിയും അന്തവുമാകുന്നു. ഈ ഭൂമിക്കകത്ത് ചെയ്യുന്ന സകല പ്രവൃത്തിയുടെയും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിന് യേശു നടത്തുള്ളൂ. ആദിയുമാണ്, അവൻ അന്തവുമാണ്, എല്ലാത്തിൻ്റെയും ആൽഫയും ഒമേഗ എന്ന് പറയാറില്ലേ? എബ്രായ ഭാഷയൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോ വാക്കുകൾ ABC, A മുതൽ Z വരെ, A to Z എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവം അങ്ങനെ ആദിയും അന്തവുമാകുന്നു, ആൽഫയും ഒമേഗയുമാകുന്നു. ഈ ആദി മുതൽ അന്തം വരെയുള്ള മുഴുവൻ പ്രൊജക്റ്റ് അല്ലേ, ഇത് നമ്മൾ ഗ്രഹിക്കണം, നമ്മൾ പഠിക്കണം ഇതിനെക്കുറിച്ച്. ഒരു വാക്യമുണ്ട് ഈ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ സഭയോട് ദൂത് പറയുമ്പോൾ, നിങ്ങൾ പിശാചിന്റെ ആഴങ്ങൾ അറിയാത്തവരല്ലോ. പഠിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അറിയണം. ആരെക്കുറിച്ചാ? പിശാചിനെ കുറിച്ച് അറിയണം. അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. അവൻ്റെ ഓരോ പ്രവൃത്തികളും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ലൂക്കോസ് 2:47 ഫാദേഴ്സ് ബിസിനസ്, ഭൂമിക്കകത്ത് ഞാൻ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന് യേശു, 12 വയസ്സുള്ള യേശു തൻ്റെ മാതാപിതാക്കളോട് പറയുമ്പോൾ, ഞാൻ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലോ എന്ന് പറയുമ്പോൾ അതിൽ യഥാർത്ഥ KJV വേഷം പറയുന്നു, ഞാൻ ഫാദേഴ്സ് ബിസിനസ്സിൽ ഇരിക്കേണ്ടതല്ലയോ. അപ്പോൾ പിതാവിൻ്റെ ഒരു ബിസിനസ് ഭൂമിയിൽ ഉള്ളതുപോലെ തന്നെ മറ്റൊരുവനും ഇവിടെ ഒരു ബിസിനസ് ഉണ്ട്. അവൻ നരകത്തിലേക്ക് പോകാൻ അവന് വിധിക്കപ്പെട്ടതാ. അവനും അവൻ്റെ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവൻ ഇവിടെ നിന്ന് ഒരു പറ്റം ജനങ്ങളെ കൊണ്ടുപോകുകയാണ്. ഇപ്പോൾ അവൻ്റെ ജനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മളെ വിശ്വാസികളെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. മറ്റവരൊക്കെ ജാതീയ മക്കളൊക്കെ ഓൾറെഡി അവൻ്റെ മക്കളാണ്. പക്ഷെ ഇന്ന് അതിൽ രാപകൽ അധ്വാനിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ മക്കൾ തന്നെയാണ്. ഈ നമ്മളതല്ല, നമ്മളെ രാപകൽ അലറുന്ന സിംഹം പോലെ നമ്മുടെ വട്ടമിട്ട് കറാൻ കാരണം നമ്മളെ എങ്ങനെയെങ്കിലും അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പിശാചിലെ ആഴങ്ങൾ അറിയണം, ആഴമായി തന്നെ നമ്മളെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതുപോലെ ആദിയും അന്തവും എന്ന വാക്ക് ബൈബിളിൽ കാണാൻ കഴിയും. എന്നാൽ അതിന് മുമ്പ് ഒരു അനാദി എന്നൊരു വാക്യം കാണാൻ കഴിയും. ആദിക്ക് മുമ്പുള്ള വാക്ക് മുമ്പുള്ള സമയം, അതിന് പേരെന്താ? അനാദി. മറ്റേത് അന്തം അല്ലേ? ഇനി ഈ ഭൂമിക്കകത്ത് 7000 വർഷത്തെ പ്രൊജക്റ്റ് അവസാനിക്കുമ്പോൾ അന്തം കഴിഞ്ഞാലോ അനന്തമായി മാറുകയാ. ഫ്യൂച്ചർ എറ്റേണിറ്റി, വരാൻ പോകുന്ന ഫ്യൂച്ചർ എറ്റേണിറ്റി, ഭാവികാല നിത്യത. എൻ്റെ വാക്കുകൾ ശരിയല്ലേ? ഈ വാക്കുകൾ ഞാൻ പെട്ടെന്ന് ഓടി വന്നപ്പോൾ കുറച്ച് കയറ്റിയ വാക്കുകളാണ്. ഈ കുറച്ച് നല്ല വാക്കുകളൊക്കെ ഒരുപാട് ബൈബിൾ നോക്കി കാണാൻ കഴിയും. ഞാൻ ആദിയും ഒമേഗയുമാകുന്നു, ആദിയും അന്തമാകുന്നു, ഒരുപാട് വാക്കുകൾ യേശുവിനെ കുറിച്ച് തന്നെ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ആദിക്ക് മുമ്പ് ഒരു വാക്കുണ്ടായിരുന്നു, അനാദി. കാരണം ആദിയിലല്ല ആദ്യം ദൈവം തന്റെ പ്രവൃത്തി ആരംഭിച്ചു. പക്ഷേ അവൻ ആരാണ്? അവൻ അനാദിയിലുള്ളവനാ. പാസ്റ്റ് എറ്റേണിറ്റിയിൽ, പൂർവ്വകാല നിത്യതയിൽ ദൈവമുണ്ട്. ഇനി ഈ ഭൂമിക്കകത്തെ പ്രൊജക്റ്റ് അവസാനിച്ച് അന്തം വരുമ്പോൾ അവൻ അനന്തത അല്ലേ?
ഓക്കെ, അനന്തതയിലേക്ക് നമ്മൾ പോകുകയാണ്. നമ്മുടെ പ്രത്യാശ എന്താ? അനന്തനിത്യതയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ആഗ്രഹം എന്ത്? എന്തിനാ ഇവിടെ വന്നത് നിങ്ങൾ? ഈ മഴയത്ത് വീട്ടിൽ പുതച്ച് കിടന്നുറങ്ങിയാലേ 2 സ്വിഗ്ഗിയിലോ സുമാറ്റോയിലൊക്കെ ഓർഡർ കൊടുത്ത് 2 ഫ്രൈഡ് ചില്ലി ചിക്കനൊക്കെ മേടിച്ച് വീട്ടിൽ അടിച്ച് വയറൊക്കെ വീർത്ത് കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പാടില്ലേ? എന്തിനാ വന്നത്? നമുക്ക് അനന്തനിത്യതയാണ്. നമുക്ക് അനന്തം എവിടെ കിടക്കുന്നത്? അന്തം കഴിഞ്ഞുള്ള, അല്ലേ? അന്തം കഴിഞ്ഞുള്ളത്, അന്തം കഴിഞ്ഞുള്ളത്, അതാണ് അനന്തം. ആ അനന്ത നിത്യതയാണ് എൻ്റെയും നിങ്ങളുടെയും സ്വപ്നം. അവിടെ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ കാത്തിരിക്കുന്നത്. അവിടേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? യെസ്. അപ്പോൾ അനാദി എന്നൊരു വാക്കുണ്ട്. നമ്മളൊക്കെ സമയത്തിനുള്ളിലുള്ളവരാ. അനാദി എന്ന വാക്ക് ഒരു 3-4 പ്രാവശ്യം ആവർത്തിച്ച് കാണാൻ കഴിയും. സങ്കീർത്തനം 92 വാക്യം പറയുന്നു, കർത്താവേ നീ തലമുറയായി, എന്നിട്ട് പറഞ്ഞിട്ട് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അപ്പോൾ ദൈവം അനാദിയ, അവൻ സമയത്തിനുള്ളിലല്ല അവൻ. 2 സങ്കീർത്തനം 93 വാക്യം പറയുന്നു, നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു, നീ അനാദിയായുള്ളവൻ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞു വന്നോളാം. എഫേസ്യർക്ക് ലേഖനം 3-ാം അധ്യായം അതിൽ 9-11 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ പ്രസംഗിപ്പാനും സകലം സൃഷ്ടിച്ച്, അല്ലെ, ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ആർക്ക് ലഭിച്ചിരിക്കുന്നു? പൗലോസിന് കൃപ ലഭിച്ചിരിക്കുക. എന്താ? നോക്കിയേ, അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ. അപ്പോ പഠിക്കണ്ടേ? ഇതൊക്കെ അനാദിയെക്കുറിച്ച് പഠിക്കണ്ടേ? അതേന്നേ, നമ്മളിതൊക്കെ വിട്ടുകളഞ്ഞത് കൊണ്ടാണ് നമ്മുടെയൊക്കെ പ്രശ്നം. ദൈവം പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കണം നമ്മൾ. ഇപ്പോൾ സ്വർഗീയ സിയോനെക്കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കണമെന്നാണ് വേദപുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ സിയോനെക്കുറിച്ച് പ്രസംഗം പോലുമില്ല. അത് കേൾക്കുമ്പോൾ പറയും അത് പെന്തക്കോസ്തുകാരി എന്ന് പറയും. അല്ല, സിയോൺ നമ്മുടെ അപ്പൻ്റെ ഭവനമാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നവരാണ്. അതറിയാതെ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? അവിടെ പോയിട്ടാണോ നമ്മൾ അറിയുന്നത്? പറ നിങ്ങൾ, അവിടെ പോയിട്ടാണോ നമ്മൾ അറിയേണ്ടത്? അല്ല, ഈ ആയുസ്സിൽ ഇതിനകത്തിരിക്കുമ്പോഴാണ് നമ്മുടെ അപ്പനെ കുറിച്ചും അപ്പന്റെ ഭവനത്തെക്കുറിച്ചും നമ്മുടെ ഭാവികാല അനന്ത നിത്യതയെക്കുറിച്ചൊക്കെ അറിയേണ്ടത്. അവിടെ പോയിട്ടല്ലത്. അങ്ങനെ അത് ഓർക്കുന്നുവെങ്കിൽ തിരുത്തി നമ്മുടെ ഹൃദയത്തിൽ എഴുതിക്കൊള്ളണം. ഇപ്പോൾ ഇവിടെ വെച്ച് ഇതാവുന്ന സുപ്രധാന കാലം, ഇതാവുന്ന രക്ഷാ ദിവസം ഇന്ന് അന്വേഷിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും അനേക ദൈവദാസന്മാരും അഭിഷേകത്തിന്റെ പുറകെ പോകുമ്പോൾ അറിയുന്നില്ല അഭിഷിക്തനായവൻ നരകത്തിലേക്ക് പോകാൻ റെഡിയായിരിക്കുകയാണ് പിശാച്. അപ്പൊ അഭിഷേകം നരകത്തിൽ കൊണ്ടുപോകാം. അഭിഷിക്തനല്ല സ്വർഗത്തിൽ പോകുന്നത്. ഒരു ആത്മീയൻ, ഒരു ദൈവപുത്രനാണ് നിത്യത സ്വർഗത്തിൽ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആത്മീയനാണ് സ്വർഗത്തിൽ പോകുന്നത്. അവന്റെ മകനും മകളുമാണ് സ്വർഗത്തിൽ പോകുന്നത്, അല്ലാതെ അഭിഷിക്തന്മാരല്ലെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ നിങ്ങൾ സംസാരിച്ചോളാം. അപ്പോൾ അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അടുത്ത വാക്യം പറയുന്നു, 11-ാം വാക്യം, അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച, അല്ലെ, അനാദി നിർണയപ്രകാരം സഭാമുഖാന്തരം അറിവായി വരുന്നു. അപ്പോൾ ദൂതന്മാർ പോലും സ്വർഗത്തിൽ കുനിഞ്ഞ് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. എന്ത് കേൾക്കാൻ വേണ്ടിയാ? എന്ത് കേൾക്കാൻ വേണ്ടിയാ? ദൂതന്മാർ പോലും, എബ്രായ കർത്താവ് പറയുന്നു, ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുന്നു താഴേക്ക്, ഭൂമിയിലേക്ക്. അവന്റെ പ്രഭാവം അവന്റെ ദാസന്മാർ പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ, നമ്മൾ പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ. എന്തിനാ ദൂതന്മാർ താഴേക്ക് കുനിഞ്ഞു നോക്കുന്നത്? ദൈവത്തിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന അനാദി നിർണയങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? അത് ദൂതന്മാർക്ക് പോലും അറിയില്ല. അതറിയുന്നൊരു കൂട്ടരുണ്ടെങ്കിൽ, ദൈവം ഒഴിച്ചാൽ രണ്ടാമത്തെ കൂട്ടരുണ്ടെങ്കിൽ അവന്റെ വിശുദ്ധ മണവാട്ടിയാണ്, അവന്റെ രക്തത്താൽ പിറന്ന മക്കളാണ്. പഴയ ഭക്തന്മാർക്ക് പോലും കഴിഞ്ഞില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. കർത്താവിനോട് പറയുന്നതൊക്കെ ദാവീദ് കേട്ടു, ചില കാര്യങ്ങൾ. എന്നാൽ പിതാവിന്റെ ഹൃദയത്തിൽ അനാദി മുതൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ ഇന്ന് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ദൂതന്മാർക്കല്ല, നമുക്കാണ്. അതുകൊണ്ട് നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ വാക്കുകൾ കേൾക്കുവാൻ ദൂതന്മാർ പോലും കുഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം വിലയേറിയ കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അനാദി നിർണയപ്രകാരം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച. അപ്പോൾ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പല്ല.
കാൽവരി ക്രൂശിൽ മരിച്ചത് 2000 വർഷം മുമ്പാവും. പക്ഷേ ഓൾറെഡി ഈ അനാദിയിൽ വെച്ച് തന്നെ ദൈവം ക്രൂശിക്കപ്പെട്ടതായിട്ടാണ് വെളിപ്പാട് പുസ്തകമായി പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അന്നേ അനാദിയിൽ തന്നെ ക്രിസ്തുവിൽ ദൈവം നമ്മെ നിയമിച്ചു വെച്ചിരിക്കുക. ഇതിൻ്റെയൊക്കെ മർമ്മങ്ങൾ അറിയുമ്പോഴല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിനും മാറ്റം വരും. വിശുദ്ധിക്ക് വേണ്ടി കാംക്ഷിക്കും നമ്മളൊക്കെ. ആരോട് പകയും പിണക്കവും ഇല്ലാതെ വിശുദ്ധിക്ക് വേണ്ടി ദാഹിച്ച് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ അതേ മനസ്സോടെ ജീവിക്കും. കാരണം ഞാൻ ഇവിടെയല്ല എൻ്റെ ജീവിതം ആരംഭിച്ചത്, ക്രിസ്തുവിൽ അനാദിയിൽ എൻ്റെ ജീവിതം ആരംഭിച്ച. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ച് പിന്നെ എടുത്തോളാം. ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് ആഴമായി പഠിപ്പിക്കുന്ന വാക്കാണ്. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. അതിന്നല്ല. ഞാൻ 2005 രക്ഷിക്കപ്പെടുമ്പോൾ അന്നല്ല ഞാൻ ക്രിസ്തുവിലായത്. അതിനു മുമ്പ് ഞാൻ ഹിന്ദു മതത്തിൽ ജീവിച്ചു, അയ്യപ്പനെ ശിവനെയൊക്കെ പറയുന്ന ആളാ, ശരി തന്നെയാ. പക്ഷെ അന്നൊന്നും അല്ലെന്നേ. അനാദിയിൽ ക്രിസ്തുവിൽ ദൈവം തന്റെ പ്രൊജക്ട് അവസാനിപ്പിക്കുമ്പോൾ, തുടങ്ങിയിട്ടില്ല, അവസാനിപ്പിക്കുമ്പോൾ തന്നെ ഞാനൊക്കെ അവൻ്റെ അകത്തുണ്ടായിരുന്നു. അത് അനാദി മുതലുള്ള ദൈവത്തിന്റെ വ്യവസ്ഥകൾ നമ്മൾ അറിഞ്ഞേ മതിയാകത്തു. അതുകൊണ്ട് അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച, തുടങ്ങിയതല്ല, നിവർത്തിച്ചു കഴിഞ്ഞതാണ് ഇന്ന് ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, കൊറോണയും 666 വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൽ നിവർത്തിച്ചു കഴിഞ്ഞു. അനാദിയിൽ വെച്ച് തന്നെ 4 വാക്യം കണ്ടു. അനാദി നിവർത്തിച്ച, ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം ഇന്ന് ലോകം അറിയുകയാണ്. അപ്പോൾ നമ്മളാണ് ലോകക്കാരോട് പറയേണ്ടത് എന്തിനെക്കുറിച്ചാ? ഇങ്ങനെ വരാനിരിക്കുന്ന അനന്തമായ നിത്യതയുണ്ട്. അനന്ത നിത്യത, ഫ്യൂച്ചർ എറ്റേണിറ്റി വരാൻ പോകുകയാ. ഇത് അവസാനിക്കുന്നതാണെന്നും ഇത് ആദിയോടന്തം ചെയ്യുന്ന ദൈവത്തിന്റെ പ്രൊജക്റ്റ് ആണെന്നും അത് സമയത്തിനകത്താണെന്നും സമയം കത്തിപ്പോകുമ്പോൾ, സൂര്യൻ കത്തിപ്പോകുമ്പോൾ, എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ ഇതെല്ലാം അവസാനിച്ച ശേഷം യഥാർത്ഥമായ ജീവിതം അനന്ത നിത്യതയിൽ ആരംഭിക്കാൻ പോകുന്നത് നമ്മളാണ് ജാതികളോട് പറയേണ്ടത്. നമ്മൾ മൗനമായിരുന്നാലോ? ഒരു താലന്തുകാരൻ തൻ്റെ താലന്ത് കുഴിച്ചിട്ടു, വന്നപ്പോൾ ദുഷ്ടദാസൻ എന്ന പേര് വിളി കേട്ടു നമുക്ക്, അല്ലേ കേട്ടില്ലേ? അത് എന്തുകൊണ്ടെന്നറിയാമോ? നമ്മളെ ഏൽപ്പിച്ചത് ഈ സത്യങ്ങൾ ലോകത്തിൽ ആർക്കും അറിയത്തില്ല. ഒരു ഗ്രന്ഥങ്ങളും ഒരു മതഗ്രന്ഥങ്ങളിലും ഈ സത്യമില്ല. ഹല്ലേലൂയ. നിത്യതയെക്കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥവുമില്ല. നിങ്ങളുടെ കയ്യിരിക്കുന്ന പുസ്തകമല്ലാതെ ലോകത്ത് ഏത് ഗ്രന്ഥം നിങ്ങൾ ഈ ആയുസ് മുഴുവൻ പഠിച്ചാലും ഈ അനാദിയെക്കുറിച്ചും അനാദിയിൽ ദൈവം നിവർത്തിച്ച പ്രൊജക്റ്റിനെ കുറിച്ചൊന്നും ഒരു പുസ്തകത്തിലും അക്കമിട്ടെഴുതിയിട്ടില്ല. ദൈവം ആദിയോടന്തം ഈ ഭൂമിക്കകത്ത് ചെയ്ത ഒരു കാര്യങ്ങളും ഒരു ഗ്രന്ഥങ്ങളിലുമില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നത്, അവൻ്റെ ശിഷ്യനായി അവൻ്റെ പുറകെ പോകുന്നത്. അതുകൊണ്ടാണ്. ഹല്ലേലൂയ. എത്ര മനസ്സാവുന്നുണ്ട്? അതുകൊണ്ട് പിശാചുക്കൾ പോലും നമ്മുടെ മുന്നിൽ നിൽക്കാൻ കഴിയാത്തത് അവൻ്റെ സത്യങ്ങൾ നമ്മുടെ അകത്ത് നിൽക്കുന്നുണ്ടാണ്. നമ്മുടെ വാക്കുകൾക്ക് ഉറപ്പും ധൈര്യവുമുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് അവിടെ കേട്ടതല്ല. അത് വേദപുസ്തകം അപ്പൻ പറഞ്ഞ വാക്കിൽ ഞാൻ ആമീൻ പറഞ്ഞിരിക്കുന്നു, അല്ല ഉറപ്പുണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സഭ മുഖാന്തരം നമ്മൾ ഓരോരുത്തരും സഭയാ, നമ്മൾ മുഖാന്തരമാണ് ലോകം അറിയേണ്ടത്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ പഠിക്കാം, യൂട്യൂബൊക്കെ നോക്കിയാൽ ഒരുപാട് മെസ്സേജ് കിട്ടും, പഠിക്കാം. പക്ഷെ ഇത് ഇവിടെ ഇരിക്കും ആ സാധനം. ഈ ശ്വാസം പോകുമ്പോൾ അത് ശവപ്പറമ്പിൽ വീഴും, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഈ കേൾക്കുന്ന വായിക്കുന്ന വാക്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ കുറിച്ചിടണം. അനാദിയെക്കുറിച്ച് നമുക്ക് 4 വാക്യങ്ങൾ കാണാൻ കഴിയും. ഓക്കെ, വിടുകയാണ്. ഈ ഭൂമിക്കകത്ത് സമയത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഈ കഴിഞ്ഞ പോലെ ഈ ഭൂമി 7000 വർഷം മാത്രം 7000 വർഷം ആയുസ്സുള്ള ഈ ഭൂമിക്കകത്ത് സമയത്തിനകത്ത് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1:14 മുതൽ 19 പഠിക്കുമ്പോൾ രാവും പകലും തമ്മിൽ വേർപിരിപ്പാൻ ആകാശവിധാനങ്ങളിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനുമായി ഉതകട്ടെ. ഇത് 4-ാം ദിവസം സംഭവിക്കുക. 19-ാം വാക്യം പറയുന്നു, സന്ധ്യയായി ഉഷസായി 4-ാം ദിവസം. അപ്പോൾ 1-ാം ദിവസം വെളിച്ചമുണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി എന്ന് ഉൽപ്പത്തി പുസ്തകം നമുക്ക് കാണാൻ കഴിയും, ഇല്ലേ? അതിനെക്കുറിച്ച് ഓരോ ദിവസം ദൈവം ഉണ്ടാക്കിയത് 7000 വർഷത്തെ, ഓരോ 1000 വർഷത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അത്രമാത്രം വിലയേറിയ മർമ്മങ്ങളും വെളിപ്പാടുകളും 1-ാം അധ്യായത്തിൽ മാത്രം കിടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വിട്ടുപോകുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ 1, 2, 3 അല്ലേ? ഈ 3 ദിവസം ദൈവം ഈ പറഞ്ഞ സമയം ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. സമയം കാരണം അറിയാമോ? സമയം അറിയുവാൻ വേണ്ടിയാണ് ദൈവം എന്ത് സൃഷ്ടിച്ചത്? സൂര്യനെയും ചന്ദ്രനെയും
ഈ കാണുന്ന അല്ലേ എന്ത് യൂതങ്ങൾ, സൗരയൂഥങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് നമുക്ക് സമയത്തെ അറിയാൻ വേണ്ടിയാ, വെളിച്ചം തരാൻ വേണ്ടി മാത്രമല്ല. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ഒന്നാമത്തെ ദിവസം ദൈവം പറഞ്ഞില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ ദിവസം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. ആ വെളിച്ചം വേറെ വെളിച്ചമാണ്, അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചമാണത്. ഹല്ലേലൂയ. എന്നാൽ 4-ാം ദിവസമാണ് വെളിച്ചമുണ്ടാകാൻ മാത്രമല്ല, പകലും രാവും തമ്മിൽ വേർപിരിക്കാൻ മാത്രമല്ല, ആകാശവിധാനങ്ങളിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനുമായി ഉതകട്ടെ. അപ്പോ ദൈവം ഈ സൂര്യനെയും ചന്ദ്രനെയും കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമുക്ക് ദൈവം ആദിയോടന്തം ചെയ്യുന്ന ഭൂമിയിലെ പ്രൊജക്റ്റിന് സമയത്തിനകത്ത് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയാ. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ വാക്ക് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല എനിക്ക്. കർത്താവ് ശിഷ്യന്മാർ അല്ലെങ്കിൽ പരീശന്മാരുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മറ്റെല്ലാ കാര്യങ്ങളും അറിയാം. സൂര്യൻ ചുവക്കുമ്പോൾ ചൂട് വരുമെന്നൊക്കെ അറിയാം, കടലിൽ വെള്ളം പൊങ്ങും, മഴ പെയ്യുമെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷെ ഈ കാലം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. കാരണം ദൈവത്തിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ പഠിക്കാതെ അറിയാൻ പറ്റുമോ? ആ സമയം കർത്താവ് ഭൂമിയിലേക്ക് വരുമെന്ന് പ്രവാചകന്മാർ എത്രയോ 12 ചെറിയ പ്രവാചകന്മാരും 4 വലിയ പ്രവാചകന്മാരും പറഞ്ഞിട്ട് പോലും അവർക്ക് മനസ്സിലായില്ല. കാരണം ദൈവത്തിന് അനാദി നിർണയം, ആദിയോടന്തം ചെയ്യുന്ന പരിപാടികൾ അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ദൈവം ഈ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് നമുക്ക് വെളിച്ചം തരാൻ വേണ്ടി മാത്രമല്ല, കാലങ്ങളും നമ്മുടെ സമയങ്ങളേക്ക് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, ഇത്ര ശരിയാണല്ലോ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായമായിരിക്കും. 21-ാം അധ്യായം അതിൻ്റെ 23 മുതൽ പഠിക്കുമ്പോൾ, നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും, അല്ല 21-ാം അധ്യായമില്ലേ? ഞാൻ അവിടെ അധ്യായം എഴുതിയില്ല, ആയിരിക്കും 21 തന്നെയും. അത്രേ ഉള്ളൂ, 21 തന്നെ. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. അപ്പോൾ ഇവിടെ തൊട്ട് മുകളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു, എന്താ? കാലങ്ങളും ദിവസവും സംവത്സരങ്ങളും അറിയാൻ വേണ്ടിയും, എന്താ പറയുക, നമുക്ക് ആകാശ വെളിച്ചങ്ങൾ കിട്ടാൻ വേണ്ടിയും ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുമ്പോൾ, നോക്കിയേ, ദൈവത്തിലെ ഈ അന്തത്തിലേക്ക് വരുമ്പോൾ, അല്ലേ, പ്രൊജക്റ്റിന്റെ അവസാനം അന്തം വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് നഗരത്തിൽ ഇനി വരാൻ പോകുന്ന മറ്റൊരു ലോകം, അനന്ത നിത്യത, ഫ്യൂച്ചർ എറ്റേണിറ്റിയിൽ. അവിടെ എന്തില്ല? അവിടെ നഗരത്തിൽ പ്രകാശിപ്പാൻ എന്ത് വേണ്ട? സൂര്യൻ വേണ്ട. രാത്രി വെളിച്ചം തരുവാൻ ചെറിയ ഗോളമായ ചന്ദ്രൻ വേണ്ട. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ സൂര്യനും ചന്ദ്രനും ദൈവം നമ്മൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത് വെളിച്ചം തരാൻ വേണ്ടി മാത്രമല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് സമയം, കാലങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആദിയോടന്തിയുള്ള പ്രവൃത്തികൾ നമുക്ക് കാണാൻ കഴിയും. ബാക്കിയുള്ള കാര്യം ഞാൻ പിന്നീട് എടുത്തോളാം. നമ്മൾ തന്നെ ഈ വിളക്കായി മാറി. നമ്മുടെ കർത്താവ് വെളിച്ചമാണ്, അല്ലേ? ഇവിടെ തന്നെ കാണാം, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? പണ്ട് ഈ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോൾ, യോഹന്നാൻ സ്നാപകൻ വിളക്കായി ഭൂമിയിലേക്ക് വന്നു, വിളക്ക്, അല്ലേ? യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു വെളിച്ചമായി വന്നു. നമ്മളെ വിളിക്കുമ്പോൾ കർത്താവ് പറയുക, നമ്മളും വിളക്കല്ല, ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്നാപകനല്ല, പഴയ ഭക്തന്മാരല്ല നമ്മൾ യേശുവിന് അതേ വെളിച്ചം കൊടുക്കേണ്ടവരാ. അനാദിയെക്കുറിച്ചും ആദിയോട് അന്തം ചെയ്യുന്ന ദൈവത്തിന്റെ പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ ലോകത്തിന് കൊടുക്കേണ്ട വെളിച്ചങ്ങളാണ് നമ്മൾ ഈ ഇരിക്കുന്ന ആൾക്കാർ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിലൂടെയാണ് ആ വെളിച്ചം പ്രകാശിക്കേണ്ടത്. പക്ഷെ അതാണ്, ആ വെളിച്ചം ഇരുണ്ടുപോയാലെന്ന പൗലോസ് അവിടെ പറയുന്നില്ലേ? അല്ലെ, എവിടെ യോഹന്നാനിൽ പറയുന്നുണ്ട്, ആ വെളിച്ചം ഇരുണ്ടുപോയാലോ, നമ്മൾ ഇരുണ്ടുപോയാലോ, നമുക്ക് ലോകത്തേക്ക് ദൈവത്തിന് അനാദി നിർണയത്തെക്കുറിച്ച് അറിയാതെ പോയാലോ? പറഞ്ഞേ, ആര് ലോകത്തിന് വെളിച്ചം കൊടുക്കും? ഓക്കെ, ഞാൻ വിടുകയാണ്. അപ്പോൾ ഇത്ര എനിക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഈ സൂര്യനും ചന്ദ്രനെ കുറിച്ച് പഠിക്കുമ്പോൾ സൂര്യന് ചുറ്റും, പണ്ട് സ്കൂളിൽ പഠിച്ച കാര്യമോ, ഞാൻ നിങ്ങളെ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, അല്ലേ? സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ ഉരുളുകയാണ്, ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുക. സൂര്യൻ എവിടെ ഇരിക്കുന്നു, ഭൂമി ഇങ്ങനെ ഉരുളുന്നു. ഈ ഒരു ഉരുളയല്ല,
ഈ വിശപ്പൊക്കെ കയറി വരുമ്പോഴേ വായൊക്കെ തെറ്റിപ്പോകുന്നു, എനിക്കറിയത്തില്ല വിശപ്പ്. ഈ ഈ ഒരു ഉരുണ്ട് വരുമ്പോണ്ടല്ലോ, അതിന് രാവും പകലുമായി 24 മണിക്കൂർ ഒരു ദിവസമായി ഉരുളും അല്ലേ? നമ്മൾ സ്കൂളിൽ പഠിച്ചതാ. ഈ ഭൂമി സൂര്യന് ചുറ്റും ഇത്ര കിലോമീറ്റർ മാറി ഇങ്ങനെ ഉരുണ്ട് കഴിയുമ്പോൾ 24 മണിക്കൂർ മാറുകയാണ്, അല്ലെങ്കിൽ ഒരു ദിവസമായി മാറുകയാണ്. ഈ ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ 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 ഉരുണ്ടല്ലേ, ഇങ്ങനെ ഉരുണ്ട് 365 ദിവസം ഉരുണ്ട് വരുന്നതിന്റെ പേരാ ഒരു വർഷം. അപ്പോൾ ഒരു വർഷം സൂര്യനെ ചുറ്റിങ്ങനെ വരികയാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പഠിക്കാൻ തുടങ്ങാൻ പോകുന്നുള്ളൂ, നമ്മൾ തുടങ്ങിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വാക്കുകൾ പറഞ്ഞ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങാൻ ക്ലാസ്സിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു ദിവസം ഭൂമി ഉരുളുന്നത് ഒരു ദിവസമായിട്ടും അല്ലേ, അതുകൊണ്ട് പകുതി ഇരുട്ടും പകുതി വെളിച്ചമായിട്ടൊക്കെ നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ 365 പ്രാവശ്യം ഈ ഭൂമി തന്നിൽ തന്നെ ഉരുണ്ട് ഇങ്ങനെ പോയി വരുമ്പോൾ ഒരു വർഷം തികയുമെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഓക്കെ, അവിടെ ഒരു സൈഡിൽ സൂര്യൻ്റെ വെളിച്ചം ഭൂമിക്ക് കിട്ടും, അപ്പോൾ തന്നെ മറു സൈഡിൽ ചന്ദ്രനുണ്ട്. ആ ചെറിയ വെളിച്ചം വെളിച്ചം അവിടെ ഇരുട്ടായിരിക്കുന്ന അമേരിക്കക്കാർക്ക് വെളിച്ചം കിട്ടും ഇല്ലേ? ചെറിയ വെളിച്ചം. ഉൽപ്പത്തി പുസ്തകം പഠിച്ചില്ലേ? രാത്രി പകൽ നല്ല വലിയ വെളിച്ചം കൊടുക്കുവാൻ സൂര്യനെയും, രാത്രി ചെറിയ വെളിച്ചം കൊടുക്കുവാൻ ചന്ദ്രനെയും ദൈവം സൃഷ്ടിച്ചു. നമുക്കിപ്പോൾ സൂര്യൻ ഉദിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പകല. അപ്പോൾ അമേരിക്കയ്ക്ക് അവിടെ നോക്കുമ്പോൾ എന്താണ്? അവിടെ ചെറിയ വെളിച്ചം പോകുന്നു. ആ ചെറിയ വെളിച്ചമായ ചന്ദ്രൻ അല്ലേ, അത് അവർക്ക് വെളിച്ചം കൊടുക്കുകയാണ്. ഞാൻ ഈ ചന്ദ്രനെ കുറിച്ചൊക്കെ പറയാൻ കാരണം എൻ്റെ ഹൃദയത്തിൽ വേറൊരു മർമ്മം ഓടി വന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു കേട്ടോ. ഞാൻ പറയില്ലായിരുന്നു. ഈ വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ സൂര്യനും ചന്ദ്രനും നിങ്ങളുടെ കാൽ കീഴിൽ എന്ന് പറയുന്ന വാക്കൊക്കെ ഉണ്ട്, വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ മർമ്മങ്ങൾ പെട്ടെന്ന് ഹൃദയത്തിൽ ഇങ്ങനെ ഓരോ കാര്യം ഓടി പോയതുകൊണ്ട് ഞാൻ പറയുക, അത്രയും മർമ്മങ്ങൾ അവിടെ കാണാൻ കഴിയും. സൂര്യനും ചന്ദ്രനും അല്ല, സൂര്യൻ അതിൻ്റെ ചന്ദ്രൻ അതിൻ്റെ കാൽക്കീഴ്. ചന്ദ്രൻ കാൽക്കീഴ് എന്നൊരു വാക്ക് വെളിപ്പാട് ദിവസം 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ വിടുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് സമയം മുന്നോട്ട് കടന്നു പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് മനുഷ്യൻ്റെ ആത്മാവ് എവിടെ പോകുന്നു. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഞാൻ അതുകൊണ്ട് വിട്ടുപോകുന്നു. മനുഷ്യൻ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ശരീരം പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. പൊടി ശരീരം. ആത്മാവ് അതിന് നൽകിയ ദൈവത്തിനടുക്കിലേക്ക് മടങ്ങിപ്പോകും. ചെറിയ സഭാപ്രസംഗിയിലെ പുസ്തകം വായിക്കുമ്പോൾ ശലോമോൻ പാപത്തിൽ വീണ ശേഷം എഴുതിയ പുസ്തകമാണിത്. ശലോമോന്റെ നല്ല പ്രായത്തിൽ എഴുതിയ പുസ്തകങ്ങളാണ് ഉത്തമഗീതം, സോങ് ഓഫ് സോങ്, സദൃശ്യവാക്യങ്ങൾ. അതൊക്കെ മനോഹരമായ ജ്ഞാനം നൽകുന്ന പുസ്തകങ്ങളാണ് അല്ലേ? വായിച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ? ഉത്തമഗീതമൊക്കെ ഒരു കാമുകനും കാമി, അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല അല്ലേ? ഒരു മണവാളനും മണവാട്ടിയും തമ്മിലുള്ള മനോഹരമായ ഒരു ജീവിത രീതിയെക്കുറിച്ചും സഭയെക്കുറിച്ചൊക്കെ വെളിപ്പാട് അവിടെയുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായി എഴുതിയ അദ്ദേഹം തൻ്റെ പാപത്തിൽ വീണ ശേഷം തൻ്റെ ഭാര്യമാർ 300 ഭാര്യമാരും 700 വെപ്പാട്ടികളുമായ ആ ശലോമോൻ ജാതീയ ഭാര്യമാരെ സ്വീകരിക്കുകയും അത് മുഖേന ആ ഭാര്യമാർ നമ്മുടെ സഭാപ്രസംഗി എന്ന് പറയുന്ന ശലോമോനെ അവരുടെ വിഗ്രഹങ്ങളെ പുറകെ പോകുകയും, മനസ്സിലാവുന്നുണ്ടോ, കൊണ്ടുപോയി അവരുടെ വിഗ്രഹങ്ങളെ അർപ്പിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹം പാപത്തിൽ വീണ ശേഷം തൻ്റെ ഒരു പുസ്തകം എഴുതിയ പുസ്തകമാണ് ഏത്? സഭാപ്രസംഗി. അതിൽ പറയുന്ന വാക്യങ്ങളാണ്. അത് സൂക്ഷിച്ച് പഠിച്ചില്ലെങ്കിൽ അത് വല്ലാത്തൊരു പുസ്തകമാണ് സഭാപ്രസംഗി. സൂക്ഷിച്ച് പഠിച്ചാൽ ഒട്ടനവധി മർമ്മങ്ങളും ആഗ്രഹ വലിയ വെളിപ്പാട് നമുക്ക് കാണാൻ കഴിയും. അത് മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ നമ്മളും പറയും സൂര്യന് കീഴേ 35 പ്രാവശ്യമാണ് ശലോമോൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. എന്താണെന്നറിയാമോ? സൂര്യന് കീഴേ മായാ മായാ, എല്ലാം മായ അല്ലേ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, എല്ലാം മായ എന്നാണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സൂര്യന് അപ്പുറത്തേക്കുള്ള പോയത് സൂര്യന് കീഴേ മാത്രം ഒതുങ്ങി. കാഴ്ചയാൽ ജീവിക്കാൻ തുടങ്ങി. ലോകത്ത് ഇതിനപ്പുറം ഒരു ലോകമുണ്ട്, ആനന്ദ നിത്യത. എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? സൂര്യനപ്പുറം ഒരു നിത്യതയുണ്ട്. മനസ്സിലാവുന്നു? അത് ശലോമോൻ കണ്ടില്ല. അവൻ്റെ പുസ്തകം സഭാപ്രസംഗം പഠിക്കുമ്പോൾ ആകാശത്തിന് കീഴെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ 35 പ്രാവശ്യമാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മുഴുവനും മായ മായ മായ. അപ്പുറത്തെ വീട്ടിലെ മായയുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത് അല്ലേ? പണ്ട് സ്കൂളിൽ പഠിച്ച മായ അല്ലേ ഞാൻ പറയുന്നത്.
ഞാൻ പറയാ എല്ലാമായി എന്ന് പറയുമ്പോൾ ആ ഗതി നമുക്ക് വരാതിരിക്കാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുക. നിങ്ങളോട് മാത്രമല്ല, ഞാൻ എന്നോട് കൂടി പറയുകയാണ്. കാരണം ആകാശത്തിനപ്പുറം ഒരു ലോകമുണ്ട്. അതാണ് നമ്മുടെ ദൈവം വസിക്കുന്ന, നമ്മുടെ പിതാവ്, ആത്മാക്കളുടെ പിതാവായ നമ്മുടെ അപ്പൻ വസിക്കുന്ന ആനന്ദ നിത്യത. ഹല്ലേലൂയ. ആ നിത്യമായ വാസസ്ഥലം നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതും. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അല്പം മാറ്റം വന്നില്ലെങ്കിൽ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും പ്രാരാബ്ധം കൂടി വന്ന് പിന്നെ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട് കയ്പും മിന്നൊക്കെ വെച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയാതെ നമ്മൾ ഈ ആകാശത്തിന് കീഴിലേക്ക് നോക്കിപ്പോകും. പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ദിവസം പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുന്നു. പെൺമക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ കല്യാണം കഴിപ്പിക്കും, അല്ലേ? മക്കളെ എങ്ങനെ പഠിപ്പിക്കും, ആകുല ചിന്തകൾ വരാൻ തുടങ്ങും. കുറെ കഴിയുമ്പോൾ നമ്മളും ആകാശത്തിന് കീഴെ നോക്കാൻ തുടങ്ങും. മനസ്സാവുന്നുണ്ടോ? അതിനപ്പുറം ഒരു നിത്യതയുണ്ട്. അതുകൊണ്ട് നിത്യതയും നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കാൻ പറയാൻ കാരണം, നമ്മുടെ ചിന്തകളൊക്കെ അപ്പുറത്തേക്ക്, ആകാശത്തിന് അപ്പുറത്തേക്ക് പോകണം. എബ്രായലേഖനം 12-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ പട്ടിക പഠിപ്പിക്കുമ്പോൾ, ഇല്ലേ, ഹാബേൽ തുടങ്ങിയുള്ള വിശ്വാസ വീരന്മാരുടെ പട്ടിക പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ആരില്ല? ശലോമോനില്ല. മനസ്സാവണം നിങ്ങൾക്ക്? ശലോമോനില്ല അതിനകത്ത്. കാരണം അവസാനം തോറ്റു തൊപ്പിയിട്ട് പോകേണ്ടി വന്നു. ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ചവൻ, എത്രയോ ആദ്യകാലങ്ങളിൽ ദൈവം ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് തരണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ചോദിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ: നിന്റെ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനവും പരിജ്ഞാനവും എനിക്ക് വേണം. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ മാറ്റം വരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞർത്ഥം മനസ്സാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ആ ഭൂമി ആകാശത്തിന് കീഴെയുള്ളതല്ല നോക്കേണ്ടത്, അതിനപ്പുറം ഒരു നിത്യതയുണ്ട്. അതാണ് നമ്മുടെ വാസസ്ഥലം. നമ്മുടെ ഹൃദയത്തിലേക്ക് അത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം നിത്യനാണ്. ബാക്കി നീ കാണാൻ അല്ലേ? ദൈവം നിത്യനാണ്. മനുഷ്യനാരാ? മനുഷ്യൻ നിത്യനാണ്. സഭാപ്രസംഗി 3-ാം അധ്യായം 12-ാം വാക്യം, അല്ലേ? ദൈവം മനുഷ്യനകത്ത് എന്ത് വെച്ചിരിക്കുന്നു? നിത്യത. അപ്പോ ദൈവം മാത്രമല്ല നിത്യതയും. പറഞ്ഞു വരാൻ പേടിക്കണ്ട. രണ്ടാമത് മനുഷ്യനും നിത്യനാണ്, അല്ലേ? മൂന്നാമത് പിശാചും നിത്യമാണ്, മരണമില്ല, അല്ലേ? യെസ്, ദൈവം നിത്യനാണ്, പിശാചും നിത്യനാണ്, മനുഷ്യനും നിത്യനാണ്. പക്ഷേ എന്നാൽ ഇതിന് മൂന്നിനും വ്യത്യാസമുണ്ട്. രണ്ടാക്കി നമുക്ക് അതിനെ തിരിക്കാൻ കഴിയും. ഒന്ന്, ദൈവ നിത്യനാണെന്ന് പറയുമ്പോൾ അവൻ എന്തില്ല? ആരംഭവും അവസാനവുമില്ല. എപ്പോഴെങ്കിലും ദൈവത്തെക്കുറിച്ച്, അവൻ്റെ നിത്യതയെക്കുറിച്ചും അവൻ്റെ ദൈവത്വത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ കൃപ നൽകിയാൽ, അതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കുറച്ച് പരിജ്ഞാനം കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ കാര്യം ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അത് കിട്ടിയാൽ ആ ദൈവത്തിൻ്റെ പൂർവ്വകാല നിത്യതയെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും എപ്പോഴെങ്കിലും. അപ്പോൾ ദൈവത്തിന് എന്തില്ല? ആരംഭവുമില്ല, അവസാനവുമില്ല. അതാണ് ദൈവവും മനുഷ്യനും പിശാചും എല്ലാം നിത്യനാണെന്ന് പറയുമ്പോൾ അവിടെ ഇനിയും കാറ്റഗറിക്കാതിരിക്കാൻ പറ്റൂലേ? ദൈവത്തിന് എന്തില്ല? ആരംഭവും അവസാനവുമില്ല. അതാണ് ദൈവം. അതാണ് ദൈവത്തെ ദൈവമാക്കി മാറ്റുന്നത്, അല്ലേ? എന്നാൽ പിശാചുക്കൾക്ക് എന്ത് ഉണ്ട്, എന്തില്ല? പിശാചുക്കൾക്ക് അവിടെ കാണാൻ കഴിയും, ആരംഭമുണ്ട്, അവസാനം ഇല്ല. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ദൈവത്തിന് ആരംഭവും അവസാനവും ഇല്ല. പിശാചുക്കൾക്ക് ആരംഭമുണ്ട്, അവസാനമില്ല. ശരിയല്ലേ? അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി മത്തായി 25-ാം അധ്യായം 40-ാം വാക്യം പറയുന്നു, കർത്താവ് അവർക്ക് വേണ്ടി നരകം സൃഷ്ടിച്ചത് അവർക്ക് വേണ്ടിയാ. കാരണം എന്തില്ല? അവർക്ക് നിത്യതയുണ്ട്, പക്ഷേ അവർക്ക് സ്വർഗത്തിൽ വസിക്കാൻ കഴിയാത്തത് കൊണ്ടാ അവർക്ക് വേണ്ടിയാ ദൈവം നരകൊഴുക്കിയത്. പക്ഷെ പോകുന്നത് അവർ മാത്രമല്ല, അവൻ്റെ മക്കളും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? അത് മാത്രമല്ല, മനുഷ്യർക്കും എന്തുണ്ട്? ആരംഭമുണ്ട്. ആരംഭിച്ചില്ലേ? ഇല്ലേ? ആദം പാപം ചെയ്ത് നമ്മുടെ നിത്യയൊക്കെ നഷ്ടപ്പെട്ടു പോയി. നമുക്ക് നിത്യം എന്ന് പറഞ്ഞത് ഞാൻ അവിടെ നരകവും നിത്യം തന്നെയാ. എന്നാൽ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് അറിവില്ല നമുക്ക്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് എന്ത് കിട്ടി? ആരംഭം കിട്ടി. അങ്ങനെയുള്ളവരല്ലേ എവിടെ ഇരിക്കുന്നത്? ആണോ? ആരംഭം കുറിച്ചോ? ആരംഭം കുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് ഇനി എന്തില്ല? അവസാനമില്ല. ക്ലിയറാണല്ലോ? ഓക്കെ, ഇതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കല്ലേ? സമയം ഉണ്ടാവുള്ളൂ മിക്കവാറും. ഞാൻ ആ വാക്യം എഴുതിയില്ല,
ഞാൻ വാക്യം അടുത്ത ആഴ്ച വരുമ്പോൾ എഴുതി തരാം. ഞാൻ അവിടെ വന്ന് ഇരുന്നപ്പോഴാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർത്ത് വന്നത്. അത് അപ്പം തന്നെ എഴുതി വെച്ചത്. ദൈവത്തോടുള്ള നിത്യത പകൽ മാത്രമാണ്. ദൈവത്തോടുള്ള നിത്യത പകൽ മാത്രമാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ദൈവവും നിത്യനാണ്, മനുഷ്യന് നിത്യനാണ്, പിശാചും നിത്യനാണ്. എന്നാൽ രണ്ട് ഉറവിട, ഒന്ന് സ്വർഗമുണ്ട്, രണ്ട് ദൈവത്തിനോടുകൂടെ നിത്യമായ സ്വർഗമുണ്ട്, പിശാചിനോട് കൂടിയുള്ള നരകവുമുണ്ട്. അപ്പൊ രണ്ടും നിത്യതയാണ്. പക്ഷേ രണ്ട് നിത്യതയെ വേർതിരിക്കുന്നത്, രണ്ടും നിത്യതയല്ലേ? സ്വർഗവും നിത്യതയല്ലേ? നരകവും നിത്യതയല്ലേ? ഈ രണ്ടും നിത്യത എന്ന് പറയുമ്പോൾ രണ്ടിനെ വേർതിരിക്കുന്നത് സ്വർഗത്തിൽ എന്തുകൊണ്ടെന്ന് അറിയാമോ? പകൽ മാത്രമാണ്. അവിടെ സൂര്യൻ വേണ്ട, ചന്ദ്രൻ വേണ്ട, അവിടെ കുഞ്ഞാട് അവരുടെ വിളക്കായിരിക്കും, ഇല്ലേ? ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് അകത്ത് വല്ലാതെ 1000 ആണ്ടിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോഴും മാത്രമല്ല, നിത്യതയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ആ നിത്യതയിൽ സമയം അറിയേണ്ട ആവശ്യമില്ലല്ലോ. സൂര്യൻ വേണ്ട, ചന്ദ്രൻ വേണ്ട, ഗ്രഹങ്ങൾ വേണ്ട. അതൊക്കെ ആറ്റമാ. ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ. ആറ്റം, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആറ്റം. ഭൂമി ഉൾപ്പെടെ ആറ്റമാ, നമ്മളും ആറ്റമാ. കത്തിപ്പോകുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? നോക്കിയേ, അതിനുശേഷം അപ്പുറത്ത് സൂര്യനും ചന്ദ്രനും ഒന്നും വേണ്ട. കാരണം എന്നറിയാമോ? യഥാർത്ഥ വെളിച്ചം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ദൈവം ഉണ്ടാകട്ടെ എന്ന് പഠിപ്പിക്കുമ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ആ വെളിച്ചം വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ വെളിച്ചമാണ്. ഹല്ലേലൂയ. ആ വെളിച്ചം നിത്യതയിലുണ്ട്. വേറെ വെളിച്ചത്തിന് ആവശ്യമില്ല. പക്ഷെ ഭൂമിക്കകത്ത് വെളിച്ചം വേണമെങ്കിൽ, പാപം ചെയ്ത് ഏദൻ പർദീസ വിട്ട് ഭൂമിക്കകത്തേക്ക് പോയ ആദവും ആദവിന്റെ മക്കൾക്കും വെളിച്ചം വേണമെങ്കിൽ യേശു ഇല്ലല്ലോ. അവരവരുടെ ദൈവങ്ങളെ പുറകെ പോയപ്പോൾ അവർക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചങ്ങളാ ഈ സൂര്യനും ചന്ദ്രനൊക്കെ. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലേ? വലിയ തെറ്റൊന്നുമില്ലല്ലേ? അത്രയേ ഉള്ളൂ. നിത്യതയിൽ ചെല്ലുമ്പോൾ നമ്മുടെ 1000 ആണ്ട് കഴിഞ്ഞ് നമ്മുടെ അനന്ത നിത്യത്തിലേക്ക്, ഫ്യൂച്ചർ എറ്റേണിറ്റിയിലേക്ക് കടക്കുമ്പോൾ അവിടെ വെളിച്ചമായി നിൽക്കുന്ന നമ്മുടെ കുഞ്ഞാട് തന്നെയാണ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ആ കുഞ്ഞാടിന്റെ വെളിച്ചത്തിലാണ് ജീവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന നിത്യത, ഞാൻ പറഞ്ഞു നിത്യത രണ്ടുണ്ട്. ഒന്ന് ദൈവത്തിന്റെ കൂടെയുള്ള നിത്യതയുണ്ട്, പിശാചിനോടുള്ള നിത്യതയുണ്ട്. രണ്ടിനും മരണമില്ലല്ലോ. അതുകൊണ്ട് സ്വർഗത്തിൽ ദൈവത്തിന്റെ കൂടെ നിത്യത വസിക്കുമ്പോൾ അവിടെ എവർലാസ്റ്റിംഗ് ലൈറ്റ് ആവും, നശിച്ചു പോകാത്ത ലൈറ്റ്. എവർലാസ്റ്റിംഗ് ലൈറ്റ്, നശിച്ചു പോകാത്ത വെളിച്ചം അല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിത്യത കഴിക്കുമ്പോൾ അത് എവർലാസ്റ്റിംഗ് വെളിച്ചമാണ്. അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സൂര്യനോ ചന്ദ്രനൊന്നും വേണ്ട. എന്നാൽ നരകത്തെക്കുറിച്ച്, നരകമെന്ന് പറയുന്ന നിത്യതയെക്കുറിച്ച്, പിശാചിനോട് കൂടെയുള്ള ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വേദപുസ്തകത്തിലെ വാക്കുകൾ എഴുതാൻ സമയം കിട്ടില്ല എനിക്ക് ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ കിട്ടിയത്. അവിടെ ഒരു കാര്യം ഓർക്കണം, അവിടെ വെളിച്ചമല്ല, അവിടെ എവർലാസ്റ്റിംഗ് ഡാർക്ക്നെസ്സാണ്. തൊടാൻ പറ്റുന്ന കൂരിരുട്ട്. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ വാക്ക് തൊടാൻ കഴിയുന്ന കൂരിരുട്ട്. പണ്ട് 3 ദിവസം മിസ്രൈമിൽ ഉണ്ടായ കൂരിരുട്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പണ്ട് മിസ്രൈമിൽ തൊടാൻ കഴിയുന്ന, തൊട്ടനുഭവിക്കാൻ കഴിയുന്ന കൂരിരുട്ടെ കുറിച്ചൊക്കെ, ഇതൊക്കെ വെറുതെ പഠിപ്പിച്ചതല്ല. ഇതൊക്കെ ഇതിനൊക്കെ വരാനിരിക്കുന്ന വലിയ മർമ്മങ്ങളൊക്കെ അവിടെ വിളിച്ചിരിക്കുന്നത്. തൊട്ടനുഭവിക്കുന്ന കൂരിട്ടായിരിക്കും. എവിടെയാണെന്നറിയാമോ? ഈ നിത്യതയിൽ. ഏത് നിത്യതയാ? പിശാചിനോട് കൂടിയുള്ള നരകത്തിൽ തൊട്ടനുഭവിക്കാൻ കഴിയുന്ന ടാട്രസ്, കൂരാക്കുരുട്ട്. ഗ്രീക്കിലെ ഭാഷ ടാട്രസ്, കൂരാക്കുരുട്ട്. അതായിരിക്കും ഇവിടെ. അപ്പോൾ രണ്ടും നിത്യത തന്നെയാ. നമുക്ക് തീരുമാനിക്കാം ഇന്ന്. അവിടെ പോയിട്ടല്ല തീരുമാനിക്കുന്നത്. അവനവൻ ഇപ്പോൾ ശരീരത്തിലിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഒരു തീരുമാനമാണ്. നമ്മുടെ അനന്തമായ ജീവിതം എവിടെ കഴിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇന്നെടുക്കുന്ന ഒരു തീരുമാനം അല്ലേ? നമ്മുടെ മുമ്പിൽ നമ്മുടെ വലിയ ജോലിയുണ്ട്, വലിയ പദവികളുണ്ട്, നമുക്ക് സ്റ്റാറ്റസും അല്ലേ, എല്ലാം നമുക്ക് മുമ്പിലുണ്ട്. എല്ലാം നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. ആൾക്കാരുടെ ബഹുമാനങ്ങളും ബഹുമതിയൊക്കെ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. അത് വേണോ? ഇത് അല്പനിമിഷത്തേക്ക് മാത്രമുള്ള അത് വേണോ? അനന്തമായി നിത്യത, അവസാനമില്ലാത്ത നിത്യതയെ കഴിക്കാൻ പോകുന്ന ജീവിതമാണോ നമുക്ക് വലുതെന്ന് ഇപ്പോൾ നാം തീരുമാനിക്കണം. ആ തീരുമാനമാണ് എന്നെ ആദി അന്തം എന്ന് പറഞ്ഞിട്ട് അന്തത്തിനപ്പുറമുള്ള അനന്തം, അനാദിയിലെ അനന്ത നിത്യത, അവിടേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം മറന്നു പോകരുത്. അതൊക്കെ മനസ്സാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ജീവിതം
നമ്മൾ ഇന്ന് കഴിക്കുന്ന എടുക്കുന്ന തീരുമാനങ്ങൾ ആ നിത്യതയോളം ബന്ധത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ കഴിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എത്രക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ? ഹല്ലേലൂയ. നമ്മുടെ സമയം കഴിയാറായി. അതുകൊണ്ട് നാം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് ആരംഭിച്ചിട്ടില്ല. നമ്മൾ അടുത്ത ആഴ്ച മുതൽ നമ്മൾ എറ്റർണിറ്റി ഗോഡ്സ് വർക്ക് ബിഗൻ എന്ന് പറയുന്നൊരു ക്ലാസ്, അവിടെ ദൈവം തൻ്റെ പ്രൊജക്റ്റ് ആരംഭിച്ചു എന്ന് പറയുന്നൊരു അവിടെ മുതലാണ് യഥാർത്ഥമായി നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ചിന്താ വിഷയങ്ങൾ മാത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വിടുകയാണ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണമേ. നമ്മൾ കണ്ടതുപോലെ കൈറോസും ക്രോണോസും എന്നൊക്കെ പറയുന്ന സമയത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. ആദിയോടന്തം ദൈവം തൻ്റെ പ്രവൃത്തി ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആദിക്ക് മുമ്പിൽ ഒരു അനാദിയുണ്ട്. ദൈവം ഏകനായിരുന്ന സമയം, അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കും. എന്നാൽ ഈ പ്രൊജക്റ്റിലെ 7000 വർഷത്തെ പ്രൊജക്റ്റ് അവസാനിച്ച ശേഷം വരാൻ പോകുന്ന ആദി അന്തം കഴിഞ്ഞിട്ട് അനന്തതയിലേക്ക് നമ്മൾ കടന്നു പോകും. അവിടെയാണ് നമ്മുടെ ഫ്യൂച്ചർ എറ്റർണിറ്റി, വരാൻ പോകുന്ന നമ്മുടെ ഭാവി കാല നിത്യത. അതാണ് എൻ്റെയും നിങ്ങളുടെയും പ്രത്യാശ. ഹല്ലേലൂയ. അതിലേക്കുള്ള തയ്യാറെടുപ്പ് ഒരുക്കമാണ് ഞാനും നിങ്ങളും. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ എല്ലാ പേരും പെരുമയും സമ്പത്തൊക്കെ നശിച്ചു പോകും. പക്ഷേ നശിക്കാത്തത് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സത്യവചനം മാത്രമാണ്. അത് പ്രകാശമാണ്, അത് വെളിച്ചമാണ്. അത് നമ്മുടെ ഹൃദയങ്ങളെ, ഇരുണ്ട ഹൃദയങ്ങളെ അത് പ്രകാശിപ്പിച്ച് നമ്മുടെ വഴികൾ നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് നമുക്ക് ദൈവം എഴുതിക്കാം എല്ലാവർക്കും.